പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഫീഡ്ബാക്ക് ഇച്ചിരി കൂട്ടിയിടണേ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ, നല്ല മനോഹരമായ നിലയിൽ ഗാനങ്ങൾ പാടി നമ്മെ സന്തോഷിപ്പിക്കുന്ന കൊയർ ടീമിലെ പ്രിയ സഹോദരങ്ങൾ, വചന കേൾവിക്കായി കടന്നു വന്ന ദൈവമക്കൾ, പ്രത്യേകിച്ച് ഈ ആറ്റിങ്ങൽ ടൗണിൽ പുറം ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് വചനം കേൾക്കുന്ന ദേശവാസികളായ ശ്രോതാക്കൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ അടുത്ത കാലങ്ങളിലായി ഞാൻ എവിടെ പ്രസംഗിക്കാൻ പോയാലും അവിടെ എല്ലാം ഒരു വില്ലനുണ്ട്. വില്ലൻ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിന്തിക്കും പിശാചാണെന്ന്. പിശാച് ഒരു വില്ലനേ അല്ല. ഒരു വില്ലനാകാനുള്ള ക്വാളിറ്റി പോലും ഇല്ലാത്ത പുള്ളിയാണ് പിശാച്. ഈ വില്ലൻ എന്ന് ഞാൻ പറഞ്ഞത് സമയമാണ്. ഈ മനോഹരമായ ഈ ടൗണിൽ നമ്മളൊരു സുവിശേഷ സന്ദേശം അവതരിപ്പിക്കുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാകുന്ന നിലയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ക്രമീകരണത്തിലാണ് നമ്മൾ പ്രാർത്ഥിച്ചു വരുന്നത്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി പലപ്പോഴും എങ്ങും കൊണ്ടെത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയി പോകുന്നൊരു പ്രതിസന്ധി ഉണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റൊരു സന്ദേശത്തിലേക്കാണ് ശ്രദ്ധ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം വേറെ നിവൃത്തിയില്ല. സാധാരണ എന്നോട് നിങ്ങൾ ബുദ്ധിമുട്ട് വിചാരിക്കരുത്, ഞാൻ ഇങ്ങനെയുള്ള കാര്യം പറയുമ്പം എന്നോട് സാധാരണ ഈ ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ 2 പേരുണ്ടെന്നുള്ള കാര്യം മുൻപേ പറയണം. അങ്ങനെ ഒരു അറിവ് എനിക്കില്ല. അദ്ദേഹം എക്സ്പ്രസ് പോലെ പോയിട്ടാണ് സാക്ഷ്യം നിർത്തിയത്. നിങ്ങൾ കണ്ടു കാണും. പുള്ളി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് അവിടെ കൊണ്ട് പിടിച്ചു നിർത്തിയത്. അത് ഞാനിവിടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. വാസ്തവത്തിൽ അദ്ദേഹമൊക്കെ ഒരു ദിവസം ശുശ്രൂഷിക്കാനുള്ള സാക്ഷ്യവും ദൈവവചനമൊക്കെ ഉള്ളവരാണ്. അങ്ങനെയുള്ള ഒരാളെ ഒരു ദിവസം ശുശ്രൂഷയ്ക്ക് വെക്കണം. അപ്പോൾ ഇങ്ങനെ ഞങ്ങളൊക്കെ സുഹൃത്തുക്കളാണ്. അപ്പോൾ പറയേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് 2 പേരുടെയും മനസ്സിൽ പ്രതിസന്ധിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ എത്ര ദിവസത്തെ കഷ്ടപ്പാടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഉദ്ദേശം ജനം സുവിശേഷം കേൾക്കണമെന്നുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ വേണേൽ 10 മണി വരെ പോട്ടെന്ന് പറയാം. നമുക്ക് അങ്ങനെയൊന്നും വെളിവില്ലാതെ പോകാൻ പറ്റത്തില്ല. ഇതിനെല്ലാം ഒരു അടുക്കും ചിട്ടയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കൃത്യസമയത്ത് യോഗം അവസാനിപ്പിക്കണം. മറ്റ് കാര്യങ്ങളൊന്നും കൂടുതലായി പറയുന്നില്ല. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങളാണ് ചിന്തയ്ക്ക് ആധാരമായി വായിക്കുന്നത്. വാക്യങ്ങൾ മൈക്കിൽ കൂടെ വായിച്ച് സഹായിക്കുവാനുള്ള സംവിധാനമുണ്ടല്ലോ. ആ വാക്യം 12 മുതൽ ഒന്ന് മൈക്കിൽ കൂടെ വായിച്ച് സഹായിക്കാം. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ശ്രദ്ധിക്കുക, അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ഈ ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നുവെന്നാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും ആഗ്രഹിച്ചിട്ട് ഈ ശുശ്രൂഷയിലായതല്ല, ദൈവമാക്കി വെച്ചത് കൊണ്ട് ഇന്ന് രാത്രി പൗലോസിനോട് ചേർന്ന് ഞാനും കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ ഓർപ്പിച്ച ഉണ്ണികൃഷ്ണൻ, ഈ മീറ്റിംഗ് അധ്യക്ഷൻ വഹിക്കുന്ന പാസ്റ്റർ തുളസീധരൻ, 2 തുളസീധരൻ ഇവിടെ ഇപ്പം ഞാൻ കേട്ടു. ഇനി ഒരാളൂടെ ഉണ്ടെന്നാണ് പറഞ്ഞല്ലേ? ഉണ്ട്. 2 എണ്ണം ഉണ്ട്. 3 പേര് ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഇതിന് വെളിയിൽ ഒത്തിരി തുളസീധരന്മാർ, വെളിയിൽ ഒത്തിരി ഉണ്ണികൃഷ്ണന്മാർ ഒക്കെ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ പാസ്റ്റർ കൂടെ തന്നെ ഇപ്പോൾ ഒരു ഷിഹാബുദ്ദീൻ സഹോദരനുണ്ട്. ഞങ്ങളുടെയൊക്കെ കൂട്ടപ്രവർത്തകരായിരിക്കുന്ന പാസ്റ്റർ സിയാദ് മുഹമ്മദ് ഉണ്ട്. നസീർ ആലപ്പുഴയുണ്ട്. പിന്നെ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, അതുപോലെ പിന്നെ മാർഷലിൻ മൊറൈസ് അച്ഛൻ, അതുപോലെ ഫാദർ ക്രിസ്പിൻ അച്ഛൻ, ഇങ്ങനെ കുറേ അച്ഛന്മാർ
70-80 വയസ്സിൽ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തിലിറക്കി മുങ്ങി സ്നാനപ്പെട്ട് പെന്തക്കോസുകാരുടെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ വിവിധ തരത്തിലുള്ള ആളുകളൊക്കെയാണ് ഇന്ന് ഈ കൂട്ടത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഈ പെന്തക്കോസിൻ്റെ അകത്ത് ഓടിക്കയറാൻ ആഗ്രഹിച്ചിട്ട് ഓടിക്കയറിയവരല്ല, അങ്ങനെ ഇഷ്ടം കൊണ്ട് വന്നവരല്ല ഞങ്ങളാരും. അതുകൊണ്ട് ആറ്റിങ്ങൽ ടൗണിനോട് പ്രാരംഭത്തിൽ പറയാം, അല്ലെങ്കിൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു കൂട്ടമാണ് ഈ കൊട്ടിപ്പാടി കലപില എന്നൊക്കെ കൈയടിക്കുന്ന കൂട്ടം. ഞങ്ങളും ഇഷ്ടപ്പെട്ടു വന്നതല്ല. എന്നാൽ ഇതിൻ്റെ അകത്ത് വന്നതുകൊണ്ട് ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അത് തന്നെയാണ് പൗലോസും പറഞ്ഞത്, ഈ ശുശ്രൂഷയിലാക്കി വെച്ചത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത വാചകം ശ്രദ്ധിക്കാം. മുൻപേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രസംഗകനെ നമുക്ക് ഈ 2023 കണ്ടു കിട്ടാൻ ഒക്കത്തില്ല, അല്ലേ? ഇന്നത്തെ പ്രസംഗകർ പരിചയപ്പെടുത്തുന്നത്, മുമ്പേ ഞാൻ അമേരിക്കയിലായിരുന്നു, പിന്നെ കുറച്ച് നാൾ UK അവിടുന്ന് പിന്നെ കാനഡയ്ക്കൊക്കെ പോയി, പിന്നെ ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഞാൻ വരുന്ന വഴിയാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു മനുഷ്യൻ പരിചയപ്പെടുത്താൻ, ഒത്തിരി പുകഴ്ച പറയാൻ ഉള്ള മനുഷ്യൻ, റോമ പൗരത്വമുള്ള മനുഷ്യൻ, ഒത്തിരി സമ്പത്ത് അവകാശപ്പെടാൻ കഴിയുന്ന മനുഷ്യൻ, ഒത്തിരി പാണ്ഡിത്യമുള്ള മനുഷ്യൻ, ഒത്തിരി കഴിവുകളുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ തൻ്റെ കഴിവുകളും സാമ്പത്തികവും പാണ്ഡിത്യവും പൗരത്വങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് പറയുകയാണ്, പുകഴ്ച പറയുവാൻ ഒന്നുമില്ല, ഞാനൊരു ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു എന്നാണ്. ഇന്ന് രാത്രി പൗലോസിനോട് ചേർന്ന് ഷമീർ അബ്ദുൽ സലാം പറയും, ഞാനും അങ്ങനൊക്കെ തന്നെ ആയിരുന്നു. അത്രയും അല്ലെങ്കിലും അത്രയൊന്നും എത്തിയിട്ടില്ല ഞങ്ങളാരും. പുള്ളിയുടെ പരിപാടി അങ്ങനൊന്നും ആയിരുന്നില്ല. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യന് മുമ്പൊരു പേരുണ്ടായിരുന്നു, ശൗൽ എന്നായിരുന്നു പേര്. ഈ ചെറുപ്പക്കാരൻ്റെ ഹോബി നമ്മുടെ നാട്ടിലെ പല അണ്ണന്മാരുടെ ഹോബിയായിരുന്നു. എന്തായിരുന്നു? പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ തിരഞ്ഞു പിടിച്ചടിക്കുക. അങ്ങനെയുള്ളൊരു ഹോബിയായിരുന്നു ശൗൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേ അണ്ണന്മാർക്ക് അങ്ങനെ ഒരു ഹോബിയുണ്ട്. പ്രാർത്ഥിക്കുന്ന ഉപദേശിമാരെ പിടിച്ചടിക്കുക എന്ന് പറയുന്നൊരു ഹോബിയുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഉപദേശിമാർ തിരിച്ചടിക്കത്തില്ല, നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ്. പക്ഷേ ഏതെങ്കിലും ഒരുത്തൻ തിരിഞ്ഞു നിന്ന് കാലെ വാരി ഭിത്തിയിലോട്ട് ഒറ്റ അടി അടിച്ചാൽ അന്ന് തീരുന്ന പരിപാടി ഇതുള്ളൂ. പക്ഷെ നമുക്കങ്ങനെ ചെയ്യാൻ പ്രമാണമില്ലെന്നുള്ളത് നമ്മളെക്കാൾ നല്ല പോലെ ഈ അണ്ണന്മാർക്കാണ് അറിയാവുന്നത്. അതുകൊണ്ടാണ് അത്തരം പരിപാടികളുമായി ഇറങ്ങുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അത്തരം പരിപാടിയുമായി നടന്ന ശൗലെന്ന് പറയുന്ന മനുഷ്യൻ കുതിരപ്പുറത്ത് മസിലും ഭരിപ്പിച്ച് പാഞ്ഞു പോകുമ്പോൾ ദമസ്കോസ് എന്ന പട്ടണത്തിൻ്റെ സമീപം എത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം തൻ്റെ മേൽ പതിച്ചു. കുതിരപ്പുറത്തുനിന്ന് താഴേക്ക് തെറിച്ചു വീണു, കണ്ണിൻ്റെ പീസടിച്ചു പോയി. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, കണ്ണിൻ്റെ പീസടിച്ചു പോയപ്പോൾ അവൻ കർത്താവിനെ കണ്ടു. ആമേൻ. ഇന്നും പലരും അങ്ങനെയാണ്, കണ്ണും കരളും കിഡ്നിയൊക്കെ അടിച്ചു പോകുമ്പോഴാണ് യേശുവിനെ വിളിക്കുന്നത് പ്രാർത്ഥിക്കാൻ. ആരോഗ്യത്തോടിരിക്കുമ്പോൾ കർത്താവ് പുറകെ നടന്ന് വിളിച്ചാലും വരൂല്ല, കണ്ണും കരളും കിഡ്നിയൊക്കെ അടിച്ചു പോകുമ്പോഴാണ് യേശുവിൻ്റെ പിന്നാലെ വരുന്നത്. അങ്ങനെയാണ് പൗലോസ് എന്ന് പറയുന്ന അഥവാ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണ് കണ്ണ് കാണാതായപ്പോൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു, നീ ആരാണ്? ഉയരത്തിൽ നിന്നൊരു ശബ്ദം പൗലോസ് കേട്ടു, നീ ഉപദ്രവിക്കുന്ന നസറേനായ യേശുവാണ് ഞാൻ. അവിടെ എനിക്ക് കൗതുകം തോന്നിയ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. ഈ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കൽ പോലും യേശുവിനെ ഉപദ്രവിച്ചിട്ടില്ല. ഉണ്ടോ? യേശുവിനെ ഉപദ്രവിക്കാൻ ആർക്കും പറ്റത്തില്ല. യേശു ദൈവമായതുകൊണ്ട് കർത്താവിനെ ആർക്കും അങ്ങനെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവ് പറയുന്നു, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് എന്ന് പറഞ്ഞാൽ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഉപദ്രവിച്ചത് പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെയാണ്. പക്ഷെ സ്വർഗത്തിലെ ദൈവം അഡ്രസ്സ് ചെയ്തത് നീ അവരെയല്ല, എന്നെയാണ് ഉപദ്രവിച്ചത് എന്നാണ്. അതുകൊണ്ട് മതലും കയറ്റുമില്ലാതെ തുറന്നു കിടക്കുന്ന ബെന്തിക്കോസുകാർ ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നെങ്കിൽ അണ്ണന്മാരെ, നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടത് ഉയരത്തിലുള്ള ദൈവത്തോടാണെന്ന് പ്രാരംഭത്തിൽ പറഞ്ഞുവിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന ഉപദേശിമാരെയൊക്കെ വഴി പിടിച്ചു നിർത്തി അടിച്ച ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ചരിത്രം. ഞാൻ കോട്ടയത്ത് കാനമെന്ന് പറയുന്ന സ്ഥലത്ത് ചില നാളുകൾക്ക് മുമ്പ് ഇതുപോലെ പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ ഇരിക്കുമ്പോൾ ഈ ഉണ്ണികൃഷ്ണനെ പോലെ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഒന്ന് പരിചയപ്പെടാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു, സന്തോഷം. എന്നെ മുമ്പ് പരിചയമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, പരിചയം തോന്നുന്നില്ല, ഒന്ന് പരിചയപ്പെടുത്താമോ? ഉടനെ അദ്ദേഹം പറഞ്ഞു, എന്നെ പറഞ്ഞാൽ അങ്ങനെ പരിചയം വരാൻ സാധ്യതയില്ല, പക്ഷെ ഞാനൊരു സംഭവം പറയാം. എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുറേ കാലങ്ങൾക്ക് മുമ്പ് റാന്നിയിൽ ഒരു പാലം തകർന്നത് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, കേട്ടിട്ടുണ്ട്.
എന്താണ് കേട്ടിട്ടുള്ളത്? ഒരു സുവിശേഷകൻ ബൈബിളുമായി ട്രാക്റ്റുമായി കടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ വെച്ച് റാന്നി പാലത്തിലിട്ട് അദ്ദേഹത്തിൻ്റെ ബൈബിൾ നിലത്തേക്കെറിഞ്ഞ് തീ കൊളുത്തി കത്തിച്ചു കളഞ്ഞു എന്ന ഒരു സംഭവം. ആ സംഭവത്തിന് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആ റാന്നി പാലത്തിലൊരു വിള്ളലൊക്കെ ഉണ്ടാവുകയും തന്മൂലം അത് പൊളിച്ച് പുതിയ പാലം പണിയുകയൊക്കെ ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കത്തിച്ചത് കൊണ്ട് പൊളന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പം എന്തു തന്നെ ആയാലും ഈ ചെറുപ്പക്കാരൻ ആ സംഭവം പറഞ്ഞിട്ട് പറയുകയാണ്, അന്ന് ആ കത്തിച്ച ചെറുപ്പക്കാരനാണ് ഞാൻ, ഇന്ന് ഞാൻ ഈ ബൈബിൾ ചുമക്കുകയാണെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സുവിശേഷത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്നവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അധികം വൈകാതെ ഈ ഉണ്ണികൃഷ്ണൻ പ്രസംഗിക്കുന്ന പോലെ, ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന പോലെ, തുളസീധരൻ പ്രസംഗിക്കുന്ന പോലെ താമസം വിനാ യേശുവിനെ പ്രസംഗിക്കും. അതിൻ്റെ അപ്പുറത്ത് ഒരു പ്രതികാര നടപടിയും ഇല്ലാത്ത ഒരു ദൈവം ഉലകത്തിലുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് ഇന്ന് രാത്രി പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. ആമേൻ. എൻ്റെ നാട്ടുഭാഷയിൽ ഞാനത് അങ്ങനല്ല പറയുന്നത്, ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. ഭൂമിയിൽ കൊട്ടേഷൻ സംഘമില്ലാത്തൊരു ദൈവമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, യേശു കള്ളനാന്ന് ഒരുത്തം പറഞ്ഞ എന്നെ പറഞ്ഞ് കേട്ടില്ലേ അടിയടാ അവനെന്ന് പറയാൻ യേശുവിന് ഭൂമിയിൽ കൊട്ടേഷൻകാരില്ല. വേറെ ആരെങ്കിലും പറഞ്ഞാൽ അവനൊന്നും ഉറങ്ങത്തില്ല. കാരണം ദൈവത്തിൻ്റെ കൊട്ടേഷൻ സംഘങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് കേരളം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഭൂമിയിൽ കൊട്ടേഷൻ സംഘമില്ലാത്തൊരു ദൈവമാണ് യേശുക്രിസ്തു. അതുകൊണ്ട് ആർക്കും എന്തും പറയാം, ഇവിടെ ഒരു പിണക്കവുമില്ല. പറയുന്നവൻ ഈ പുസ്തകം ചുമക്കുന്ന ചരിത്രമാണ് ഇന്ന് വരെ ഈ പുസ്തകം തന്നിട്ടുള്ളത്. അതിൻ്റെ ജീവിക്കുന്ന സാക്ഷിയാണ് എനിക്ക് മുമ്പ് സംസാരിച്ച ഉണ്ണികൃഷ്ണൻ. അതുകൊണ്ട് പൗലോസിനോട് ചേർന്ന് ഞാനും പറയും, മുമ്പേ ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. കൊല്ലം പട്ടണത്തിൽ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും 3 മക്കളിൽ ഒരാളായി ജനിച്ചു വളർത്തപ്പെട്ട ഷമീർ അബ്ദുൽ സലാം എന്ന് പറയുന്ന എൻ്റെ ജീവിതവും ഏകദേശം ഇതുപോലുള്ള സന്ധ്യാസമയങ്ങളിൽ കൂട്ടുകാരുമായി കവലയിൽ ഒരുമിച്ച് കൂടി പിരിവിട്ട് കുപ്പിയെടുത്ത് വെള്ളമടിച്ചും ആളില്ലാതെ പണി നടക്കുന്ന വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വലിഞ്ഞു കയറി പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. ഗാനമേളയ്ക്കൊക്കെ പാടാൻ നടന്നിട്ടുണ്ട് കുറച്ചു കാലം. അതുകൊണ്ട് ഈ പണി നടക്കുന്ന വീട്ടിൻ്റെ മുകളിൽ വലിഞ്ഞു കയറി പൊറോട്ടയും ചിക്കനും ഒക്കെ മേടിച്ച് വെച്ച് കുപ്പിയും പൊട്ടിച്ച് പാട്ടും കൂത്തും ഗാനമേളയൊക്കെ നടത്തി അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കി കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പിൽ അടിയുണ്ടാക്കി നടന്ന ഒരു ഭൂതകാലമുണ്ട്. അന്ന് ഞങ്ങളുടെ നാട്ടുംപുറത്തെ കവലകളിൽ മീശം മടിച്ച് കോളാമ്പിയും പിടിച്ച് തൊണ്ട കീറി കുടിക്കല്ലേ വലിക്കല്ലേ മാനസാന്തരപ്പെടുവിനെന്നൊക്കെ പ്രസംഗിക്കുന്ന ഉപദേശിമാരെ കാണുമ്പോൾ അവൻ്റെ ചെവിക്കല്ലിനിട്ടൊന്ന് കൊടുത്താൽ എന്താ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് ആറ്റിങ്ങിൽ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നെങ്കിൽ വിഷമിക്കരുത്, മാറും. കാരണം എനിക്ക് മാറിയല്ലോ, തീർച്ചയായിട്ടും നിങ്ങൾക്കും മാറും. അങ്ങനെ ചിന്തിച്ച് നടന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നേക്ക് 21 വർഷങ്ങൾക്ക് മുമ്പ്, ഒന്നുകൂടെ പറഞ്ഞ 2002 പൊട്ടന്മാരെ പോലെ ഇവർ വിളിച്ചു പറയുന്ന ഈ സന്ദേശത്തിന് അല്പം ചെവി കൊടുക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ ജീവിതത്തിന്റെ ചരിത്രം മാറി. കഴിഞ്ഞ 21 വർഷമായി കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കുമൊക്കെ കൊള്ളാവുന്നവനായ ജീവിതത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച ഒരേ ഒരു സന്ദേശമുണ്ടെങ്കിൽ ആ സന്ദേശമാണ് ഇന്ന് രാത്രിയിൽ ആറ്റിങ്ങൽ പട്ടണത്തോട് ഷമീർ അബ്ദുൽ സലാം വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം. അതുകൊണ്ട് പ്രാരംഭത്തിൽ ഞാൻ അത്രയും പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. കാരണം ഈ സന്ദേശത്തെക്കുറിച്ച് ഒത്തിരി ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഇവിടെ ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് ഇത് മതത്തിൻ്റെ സന്ദേശമാണെന്നാണ്. ദേ ഇരിക്കുന്നു തുളസീധരൻ, ദേ ഇരിക്കുന്നു ഉണ്ണികൃഷ്ണൻ, ദാ പ്രസംഗിക്കുന്നു ഷമീർ അബ്ദുൽ സലാം, ഇവിടെ ഇരിക്കുന്നു ചാക്കോച്ചനും തങ്കച്ചനും തോമസ് കുട്ടിയും. എല്ലാ വിഭാഗക്കാരും ഇതിനകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് മതപ്രശ്നമില്ല, ജാതി പ്രശ്നമില്ല, വർണ്ണവർഗ പ്രശ്നമില്ല, കളറില്ല, കൊടിയില്ല, രാഷ്ട്രീയമില്ല. എല്ലാവരും ജാതി മത ഭേദമന്യേ ഒന്നിച്ചിരുന്ന് ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒറ്റ സ്ഥലം ഉലകത്തിലുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ അടുക്കലേ കാണാൻ പറ്റത്തുള്ളൂ, വേറെ ഒരിടത്തും കാണാൻ പറ്റത്തില്ല. ഈ നാട്ടുകാരനായ ഒരു അച്ചായൻ പുറകിൽ നിന്നുകൊണ്ട് ആ ചേട്ടൻ സത്യമാണെന്ന് പറഞ്ഞ് കൈവെക്കുന്നുണ്ട്. അത് തന്നെ ഞങ്ങളും പറഞ്ഞത് സത്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് മതത്തിന്റെ സന്ദേശമല്ല. പിന്നെ എന്താണ് ഈ സന്ദേശം എന്നൊരല്പസമയം ഒന്ന് വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ ചില മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ആറ്റിങ്ങൽ ടൗണിൽ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ നിന്ന് ഈ സന്ദേശം എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു എന്ന് ഈ ജനത്തോട് വിളിച്ചു പറഞ്ഞു. പരസ്യയോഗത്തിൽ കവലയിൽ അതിന് ഇവിടുത്തെ ഈ സംഘാടകൻ വിജയരാജ് ബ്രദറൊക്കെ സാക്ഷിയാണ്. ആ സന്ദേശം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ആറ്റിങ്ങൽ ടൗണിലെ ഓട്ടോറിക്ഷ സഹോദരന്മാരായിരിക്കുന്ന ഹൈന്ദവ സഹോദരന്മാരെല്ലാം കൂടെ പോയി ഒരു കടയിൽ കയറി ഒരു പുതിയ തോർത്ത് മേടിച്ചു കൊണ്ടുവന്ന് അവരുടെ ഒരു സ്നേഹമെന്ന വണ്ണം എൻ്റെ തോളിലിട്ട് ചുറ്റിക്കൊണ്ട് അവർ പറഞ്ഞു, നല്ല പ്രസംഗം, ഇപ്പോഴാണ് കാര്യം മനസ്സിലായതെന്ന് പറഞ്ഞു. അതിന് സാക്ഷികൾ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കാര്യമെന്തെന്ന് അറിയാത്തത് കൊണ്ടാണ് പല ആളുകളും ഇതിനെ വൈരാഗ്യബുദ്ധിയോടെ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഷമീർ കാര്യം പറയാൻ പോവുക, തിരക്കില്ലെങ്കിൽ അല്പസമയം കെട്ടിട്ട് പോകൂ ചേട്ടാ, അത് അനുഗ്രഹമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുകയാണ്, മുമ്പേ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ്? അടുത്ത വാക്യം വായിച്ചാട്ടെ. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ഞങ്ങളെല്ലാം കരുണ ലഭിച്ചവരാണ്. അറിയാതെ ചെയ്തു പോയ തെറ്റിന്റെ കാലഘട്ടത്തെ ദൈവം പൊറുത്തു തന്നതുകൊണ്ട്, കരുണ ലഭിച്ചതുകൊണ്ട് ഈ പദവിയിൽ ഞങ്ങളായിരിക്കുന്നു. അടുത്ത വാചകം, നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. അടുത്ത വാചകം, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വസിക്കാൻ കൊള്ളാവുന്നതും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഇന്ന് രാത്രിയിൽ എന്റെ ചിന്താവിഷയം, യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. അർത്ഥം, യേശുക്രിസ്തു മതം സ്ഥാപിക്കാൻ വന്നവനല്ല. യേശുക്രിസ്തു ലോകത്തിൽ ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. ഒന്നുകൂടി പച്ചയ്ക്ക് പറഞ്ഞാൽ, ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു മതം വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഇത് പരസ്യവേദിയാണ്. ആറ്റിങ്ങൽക്കാരോട് പരസ്യമായി തന്നെ പറയുകയാണ്, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ വേണ്ട, ഉലകത്തിലുള്ള ഏതെങ്കിലും ബൈബിളിൽ ഒരു മതം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, മതത്തിൽ ചേർക്കാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അരമുറി കഷണം വചനം നിങ്ങൾ ആരെങ്കിലും കാണിച്ചു തന്നാൽ, ഷമീർ എന്ന് പറയുന്ന ഞാൻ ഇന്നത്തോടെ ഈ പരിപാടി നിർത്താൻ തയ്യാറാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കൊള്ളുന്നു. ഈ പുസ്തകത്തിൽ ഒറ്റ സ്ഥലത്ത് പോലും മതം പഠിപ്പിക്കുന്നില്ല. ആമേൻ. പിന്നെ എന്തിനാ യേശുക്രിസ്തു ലോകത്തിൽ വന്നത്? ബൈബിൾ പറയുന്നു, പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. അപ്പൊ പാപികളായിട്ടുള്ളവർക്ക് ഇതുകൊണ്ട് ഗുണമുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പാപിയല്ലല്ലോ, ചേട്ടൻ സുഖമായി പോയി ഉറങ്ങിക്കോ, ഒരു പ്രശ്നമില്ല. പാപികളായിട്ടുള്ളവർക്കാണ് ഈ സന്ദേശം ഉപകാരമായി തീർന്നിട്ടുള്ളത്. കാരണം യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. അപ്പൊ ലോകത്തിൽ പാപിയുണ്ടോ? അതാണ് നമ്മുടെ ചിന്താ വിഷയം. എന്തുകൊണ്ട് യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വരണം എന്നുള്ളത് സംബന്ധിച്ച് 2002 എൻ്റെ കരത്തിൽ ലഭിച്ച ബൈബിൾ ഞാനൊന്ന് വായിക്കുവാൻ താല്പര്യം കാണിച്ചു. ഇന്ന് രാത്രി അഭിമാനത്തോടെ ആറ്റിങ്ങലിനോട് പറയാം, വായിക്കും തോറും ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ എനിക്ക് അഭിമാനം തോന്നി എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഒരു വീഡിയോ എനിക്ക് മൊബൈലിൽ അയച്ചു തന്നു. അദ്ദേഹം പറഞ്ഞു, ഈ വീഡിയോ ഒന്ന് കാണണം, കണ്ടിട്ട് ഒരു മറുപടി പറയണം. ഞാൻ നോക്കി, എന്താ സംഭവം എന്തെന്നറിയാൻ കൗതുകത്തോടെ നോക്കിയപ്പോൾ, നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികളായിരിക്കുന്ന ചേട്ടന്മാരുണ്ടല്ലോ, രവിചന്ദ്രനെ പോലുള്ള ആളുകൾ നിരീശ്വരവാദികളായി എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ, നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ പറയുകയാണ്, അതിൽ ഒരാൾ പറയുകയാണ്, ഈ ബൈബിൾ ഒരു മോശപ്പെട്ട പുസ്തകമാണ് എന്ന് പറയുകയാണ്. ആ വീഡിയോ ആണ് എനിക്ക് അയച്ചു തന്നത്. അപ്പം ഞാനതൊന്ന് കണ്ടു. അദ്ദേഹത്തിന് ഇതിൽ എന്താണ് മോശമായിട്ട് തോന്നിയതെന്ന് അറിയാൻ വേണ്ടി കൗതുകത്തോടെ ഞാൻ വീഡിയോ ഒന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ബൈബിൾ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ അതിൻ്റെ അകത്ത് കാണുന്നു, ഉൽപ്പത്തി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ലോത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ലോത്ത് എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം നീതിമാനായ ലോത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ആ മനുഷ്യൻ തൻ്റെ തൻ്റെ 2 പെൺമക്കൾ ആ ലോത്ത് എന്ന് പറയുന്ന മനുഷ്യന് മദ്യം കൊടുത്ത് ലഹരി പിടിപ്പിച്ചിട്ട് ആ മക്കൾ അപ്പനുമായി ബന്ധം പുലർത്തി എന്ന് പറയുന്ന കാര്യം ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് മോശപ്പെട്ട പുസ്തകമാണെന്നാണ് നിരീശ്വരവാദിയായ ചേട്ടൻ്റെ കണ്ടുപിടുത്തം. അപ്പോഴാണ് ഇവിടെ ഒരുത്തൻ നിന്നിട്ട് പറയുന്നത്, ഈ ബൈബിൾ വായിക്കുന്തോറും ഇഷ്ടം തോന്നി, ഇത് നല്ല പുസ്തകമാണെന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ശരിയാകുന്നതെന്നാണ് ചിന്ത. അപ്പോൾ ആ ചേട്ടനും പറയാനുള്ള മറുപടി ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെയോ മറ്റന്നാളോ മറുപടി പറയും. പക്ഷേ ഇപ്പം നിങ്ങളോടായിട്ട് ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയാം. എന്തുകൊണ്ട്? ലോത്തിൻ്റെ മക്കൾ അപ്പനുമായി ശയിച്ചു എന്നുള്ളത് കൊണ്ട് ഈ പുസ്തകം മോശമാണെന്ന് പറയുന്ന ആളുകളോട് എന്ത് മറുപടി പറയാനെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി പറയാനുള്ളൂ. ഈ നിരീശ്വരവാദിയായ ചേട്ടൻ രാവിലെ വീട്ടിൽ സിറ്റൗട്ടിൽ ഒരു പത്രം വന്ന് വീണു. പത്രം എടുത്ത് വായിച്ചപ്പോൾ മനോരമ പത്രത്തിൽ എഴുതിയിരിക്കുന്നു, 55 വയസ്സുകാരൻ 15 ഹോട്ടൽ മുറിയിൽ പീഡിപ്പിച്ചു. ഇത് വായിച്ച ഉടനെ ഈ ചേട്ടൻ പറയുകയാണ്, മനോരമക്കാർ ശരിയല്ല. കാരണം എന്താണ്? റൂം എടുത്തു കൊടുത്തത് മനോരമക്കാരാണെന്ന്.
ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് മറുപടി പറയാനാണ്? മനോരമ പത്രത്തിലൊരു വാർത്ത വന്നാൽ അതിൻ്റെ അർത്ഥം മനോരമക്കാരാണ് റൂം എടുത്തു കൊടുത്തതെന്നാണോ? അല്ല, സംഭവിച്ച കാര്യം കൃത്യമായി റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇത് തന്നെയാണ് ബൈബിളിൻ്റെ പ്രത്യേകത. ഈ പുസ്തകത്തിലെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ ദാസനായാലും ദൈവത്തിൻ്റെ പ്രവാചകനായാലും നീതിമാനായാലും ഏത് തമ്പുരാനായാലും ചെയ്ത തെറ്റിനെ തെറ്റെന്ന് പറയുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇവിടെ അല്ലാതെ സപ്പോർട്ട് കൊടുക്കുന്ന പരിപാടി ഈ പുസ്തകത്തിലില്ല. അത് എനിക്ക് വേണ്ടപ്പെട്ട പ്രവാചകനാണ്, അതുകൊണ്ട് ഞാൻ അങ്ങ് അനുവദിച്ചിരിക്കുന്നു, അഡ്ജസ്റ്റ് ചെയ്തോന്നും പറഞ്ഞൊരു വചനം ഇറക്കി ആമേൻ അവനെ രക്ഷിക്കുന്ന വകുപ്പൊന്നും ഇതിൻ്റെ അകത്തില്ല. ഇതിൻ്റെ അകത്ത് എത്ര വലിയ പ്രവാചകനായാലും എത്ര വലിയ ദൈവത്തിൻ്റെ അടുത്ത ആളായാലും എത്ര ഇഷ്ടപ്പെട്ട പുള്ളിയായാലും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എത്ര വലിയ പാസ്റ്ററായാലും എത്ര വലിയ റവറണ്ടായാലും എത്ര വലിയ സൂപ്രണ്ടായാലും തെറ്റ് ചെയ്തോ അത് തെറ്റാണെന്ന് പറയുന്ന ഒരു ദൈവമാണ് വിശുദ്ധ ബൈബിളിലെ ദൈവം. അല്ലാതെ ലോത്ത് ചെയ്തത് മകനെ ലോത്ത് നിന്റെ പ്രവൃത്തിയിൽ ഞാൻ അഭിനന്ദിച്ചിരിക്കുന്നു ഗ്ലോറി എന്ന് പറഞ്ഞ് അവനെ തോളി തട്ടി അഭിനന്ദിച്ച ദൈവമൊന്നും പുസ്തകത്തിലില്ല. അതിന് ഒരു അറ്റം വായിച്ചാൽ പോരാ, മറ്റേ അറ്റം കൂടെ വായിക്കുമ്പോൾ നീതിമാനായ ലോത്തിനെ കുറിച്ച് പിന്നത്തേതിൽ എഴുതി വെച്ചു വലഞ്ഞു പോയ നീതിമാൻ എന്നാണ്. അപ്പോൾ ഈ മനോരമ വായിക്കുന്ന പോലെ ബൈബിൾ വായിക്കുന്ന നിരീശ്വരവാദി അണ്ണന്മാരോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ ഭാഗം അവിടെ വിടുന്നു. വായിക്കും തോറും ഈ പുസ്തകം ഷമീറിന് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? അതങ്ങോട്ട് പറഞ്ഞാൽ പോരെ, അത് പറയാം. ഒന്നാമത്തെ ഇഷ്ടത്തിൻ്റെ കാരണം ഈ പുസ്തകം മതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇത് മതത്തിൻ്റെ പുസ്തകമല്ലേ അല്ല. രണ്ടാമത്തെ ചിന്ത, ഈ പുസ്തകം പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ആരംഭിക്കുന്ന വിശുദ്ധ ബൈബിൾ ലോകം എങ്ങനെ ഏത് നിലയിൽ അവസാനിക്കുമെന്ന് മനോഹരമായി പറഞ്ഞു തന്നിട്ട് അവസാനിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. അതുകൊണ്ട് ഇത് പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ്. ആമേൻ. അപ്പം ഇതൊന്നും അറിയാതെ ചില ആളുകൾ പറയുന്നത് ഇത് മതഗ്രന്ഥമാണെന്ന് പറയും. ഇത് മതത്തിൻ്റെ പ്രസംഗമാണെന്ന് പറയുന്ന ചേച്ചിമാരുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു ചേച്ചി പറഞ്ഞു, ഈ കുറെ പെന്തിക്കോസ് ഉപദേശിമാരിവിടെ ഉണ്ട്, അവർ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു. ചേച്ചി, ഞാൻ ഈ ചേച്ചിക്ക് അന്നേ മറുപടി കൊടുത്താൽ, എന്നാൽ ഒന്നുകൂടെ പറയാം, ചേച്ചിമാരുടെ ആളുകൾ വല്ലതും ഉണ്ടെങ്കിൽ തെറ്റിദ്ധാരണ അങ്ങ് മാറിക്കോട്ടെ. അങ്ങനെ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങൾ ഉപദേശിമാരാരെങ്കിലും മതം മാറ്റുന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ വഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചങ്ങ് കൊണ്ടുപോയാൽ മതി. സിമ്പിൾ, ഒരു പിണക്കവുമില്ല. കഞ്ഞിക്കും പയറിനും ഇങ്ങോട്ട് വന്നവൻ കോഴിക്കാല് കണ്ടാൽ അങ്ങോട്ട് വന്നോളും. അതിന് ഒരു പിണക്കവുമില്ല. അപ്പം നിങ്ങൾ കൊണ്ടുപൊക്കോ. അതിൻ്റെ പേരിൽ ഞങ്ങൾ ആരും നാളെ കൊടി പിടിക്കത്തില്ല, ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല, ഹർത്താലുണ്ടാക്കത്തില്ല, മുണ്ടും മടക്കി കുത്തി തെറി വിളിക്കത്തില്ല. അതാ ഈ പന്തലിൽ നിന്ന് 4 എണ്ണത്തെ കോഴിക്കാല് കാണിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപൊക്കോണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. കൊണ്ടുപൊക്കോ. പക്ഷേ ബാക്കി ഒരു ശേഷിപ്പ് ഇതിൻ്റെ അകത്ത് കാണും. അവരുടെ കഴുത്തേലോട്ട് കത്തി വെച്ചിട്ട് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് 10 മിനിറ്റ് അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു പറയും, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് അവിടെ കിടന്ന് പറഞ്ഞിട്ടേ തല അവസാനിക്കത്തുള്ളൂ. അവരെ കോഴിക്കാലിന് ഇറങ്ങി തിരിച്ചതല്ല, നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. മനസ്സിലായോ? ആമേൻ. അപ്പോൾ അതുകൊണ്ട് ഇത് മതത്തിൻ്റെ പ്രസംഗമല്ല. പിന്നെ ചില ആളുകൾ പറയുന്നത്, നേരത്തെ തുളസീധരൻ പാസ്റ്റർ പറഞ്ഞ പോലെ ഇത് അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പോകുന്നവരാന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരോട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഇന്നേക്ക് 21 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ബാപ്പാടെയും ഉമ്മാടെയും കുടുംബത്തോട് ടാറ്റ പറഞ്ഞ് ഷമീർ അബ്ദുൽ സലാം ഇറങ്ങി തിരിച്ചപ്പോൾ അന്ന് ഉള്ള കടക്കാടവും കൂടെ പോയി. മനസ്സിലായോ? അല്ലാതെ അമേരിക്കൻ പണം കിട്ടുമെന്നും പറഞ്ഞൊന്നും ഇങ്ങോട്ട് വന്നതല്ല. ഉള്ള കിടക്കാടം പോയി. കിടക്കാനൊരു പായ പോലും ഇല്ലാതെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ ഞാനും എൻ്റെ ഭാര്യയും 3 മാസമുള്ള കുഞ്ഞും ഉറങ്ങിയിട്ടുണ്ട്. അന്നും ഈ പുസ്തകം ഇങ്ങനെ ചേർത്ത് തന്നെയാണ് പിടിച്ചിരുന്നത്. അതുകൊണ്ടൊരു കാര്യം ഉറപ്പിച്ച് വിളിച്ചു പറയാം, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇറങ്ങി തിരിച്ച പരിപാടിയല്ലിത്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ എന്താ കാര്യം പറയാൻ പോവാ, ശ്രദ്ധിച്ചു കേട്ടോ. ഈ പുസ്തകം പിന്നെ എന്താ പഠിപ്പിക്കുന്നത്? ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ആരംഭിക്കുന്ന വിശുദ്ധ ബൈബിൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന സർവേശ്വരനെ പരിചയപ്പെടുത്തുന്നു. ശേഷം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തീരുമാനിക്കുന്ന ദൈവത്തെ കാണുന്നു ബൈബിളിൽ. മനുഷ്യനെ സൃഷ്ടിക്കുന്ന നിലത്തെ മണ്ണുകൊണ്ട് ഒരു മനുഷ്യരൂപം നിർമ്മിച്ചു. അവിടെ എനിക്ക് പ്രത്യേകത തോന്നിയ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം, ആറ്റിങ്ങൽക്കാരോട്.
പർവ്വജാതികൾ ഉണ്ടാകട്ടെ, വൃക്ഷങ്ങൾ മുളച്ചു വരട്ടെ, ജന്തുക്കൾ ഉണ്ടാകട്ടെ, സമുദ്രത്തിൽ ജീവജാലങ്ങൾ പെരുകട്ടെ എന്ന് പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ ഉണ്ടാകട്ടെ എന്നല്ല പറഞ്ഞത്. നിലത്തെ പൊടി കൊണ്ട്, മണ്ണുകൊണ്ട് ദൈവത്തിൻ്റെ കരാങ്കുലികളാൽ ഒരു മനുഷ്യന്റെ രൂപം നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിലേക്ക് ദൈവം ജീവശ്വാസമോദിയപ്പോൾ മനുഷ്യൻ ജീവനുള്ളവനായി എന്ന വിശുദ്ധ ബൈബിളിന്റെ പ്രഖ്യാപനം. അതിൽ നിന്നൊരു കാര്യം എനിക്ക് ബോധ്യമായി. ഉലകത്തിലുള്ള ഒരൊറ്റ ചരാചരങ്ങളെക്കാളും പ്രത്യേകതയുള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ മാത്രമേ അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. എന്താണോ മനുഷ്യന്റെ പ്രത്യേകത? വിളിച്ചു പറയാം. ആമേൻ. ഇവിടുത്തെ ചരാചരങ്ങൾക്ക്, കന്നുകാലികൾക്ക്, ഇടജാതികൾക്ക്, മൃഗജാലങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത ദൈവം എനിക്കും നിനക്കും തന്നു. ഇരുകാലി മനുഷ്യന് തന്നു. എന്താ? വിലപ്പെട്ട ആത്മാവുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ മാത്രമാണ് ദൈവം സൃഷ്ടിച്ചത് ആത്മാവുള്ളവനായി. അല്ലേ? അല്ലേ? മൃഗങ്ങൾക്കൊക്കെ ആത്മാവുണ്ടെന്ന് പറയുന്ന വട്ടന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ ആരെങ്കിലും ഇന്ന് വരെ നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടോ? എടി രമണി, വീട്ടിലെ പട്ടി ചത്തു, അടുത്ത ആഴ്ച 16 അടിയന്തരമാണ്, ഇഡ്ഡലി തിന്നാൻ വരണമെന്ന് വിളിച്ചിട്ടുണ്ടോ? വിളിച്ച ചരിത്രമില്ല. ഇനി മുസ്ലിം വിളിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ എരുമ മരിച്ചു, 11-ാം കത്തത്തിന് ബിരിയാണി ചെമ്പ് പൊട്ടിക്കുക, വരണമെന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനി വിളിച്ചിട്ടുണ്ടോ? എടാ ഞങ്ങളുടെ പശു ചത്തു, പാട്ടുപൂജയാ, പാട്ട് കുർബാനയ്ക്ക് അച്ഛനൊക്കെ വരുന്നുണ്ട്, വരണം എന്നും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പട്ടി ചത്താൽ അവിടെ തീർന്നു, പശു ചത്താൽ അവിടെ തീർന്നു, എരുമ ചത്താൽ അവിടെ തീർന്നു. പക്ഷെ മനുഷ്യൻ മരിച്ചാലോ ശേഷക്രിയ, മോക്ഷക്രിയ, അല്ലേ? അങ്ങനെ പൂജ, വഴിപാട്, കത്തം കിടക്കുകയാണ്. എന്തിനാ? വിലപ്പെട്ട ആത്മാവുള്ളവനായി ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. മനുഷ്യനെ മാത്രമേ അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. ഇനി അതിന് വേണമെങ്കിൽ മറ്റൊരു തെളിവും കൂടെ പറയാം. ഇവിടെ ഇങ്ങനെ മനോഹരമായൊരു വേദി, നല്ല മനോഹരമായ പാട്ടുകാർ, എത്ര നല്ല പാട്ടുകൾ അവരിവിടെ പാടി. ഈ പാട്ടൊക്കെ ഇവിടെ തുടങ്ങിയ സമയത്ത് ഇങ്ങനൊരു യോഗം ഇവിടെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഈ കസേരയിൽ ഇരിക്കുന്ന മനുഷ്യന്മാർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ആറ്റിങ്ങലിലെ മൃഗങ്ങളൊന്നും ഇത് അറിഞ്ഞിട്ടില്ലേ? അറിഞ്ഞിട്ടുണ്ട്. തെങ്ങിൽ കൂടുകൂട്ടിയിരിക്കുന്ന കാക്ക ഇത് കാണുന്നില്ലേ? കാക്ക കാണുന്നുണ്ട്. വഴിയെ നടന്നുപോയ ആട്, മാട്, പട്ട്, പശു എല്ലാം ഇത് കണ്ടു, അല്ലേ? വഴിയെ നടന്നുപോയ പട്ടി തലപൊക്കെ നോക്കി സുവിശേഷ യോഗം, കൺവെൻഷൻ, സംഗീത വിരുന്ന്, ഷമീർ കൊല്ല. അതിന് പട്ടിക്ക് എന്നാ? പട്ടി എൻ്റെ വഴിക്ക് പോയി, അല്ലേ? ആട് കണ്ട്, മാട് കണ്ട്, പോത്ത് കണ്ട്, പശു കണ്ടു. എരുമ നോക്കിയപ്പോൾ ഒരു ഫ്ലെക്സ് വലിച്ചു കെട്ടിയേക്കുന്നു, സുവിശേഷ യോഗം. എരുമയ്ക്ക് സഹിച്ചില്ല, എരുമ അത് കടിച്ചങ്ങ് കീറി. ചില എരുമകൾ അങ്ങനെ കീറും. അപ്പം അതിനോട് പറയാൻ പറ്റും, എരുമേ ഞങ്ങളുടെ കൺവെൻഷൻ്റെ എരുമേ കീറല്ലേ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, മിണ്ടാപ്രാണിയല്ലേ, അത് കീറും. എന്നാൽ 6 മണിക്ക് കൊയർ പാട്ട് തുടങ്ങിയപ്പോൾ ഒറ്റ എരുമ കസേര വന്നിരുന്നില്ല. ഇരുന്നോ? ഇല്ല. എന്തുകൊണ്ടാ? ദേഹമുണ്ട്, ദേഹിയുണ്ട്, എന്തില്ല? ആത്മാവില്ല. ആത്മാവുള്ളവനായിട്ട് ദൈവം സൃഷ്ടിച്ച, പടച്ചവൻ സൃഷ്ടിച്ച, ഈശ്വരൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിലെ ഏറ്റവും മികച്ച സൃഷ്ടി, അതാണ് ഞാനും നീയും മനുഷ്യൻ എന്ന് പറയുന്ന ഇരുകാലി. ഏറ്റവും ശ്രേഷ്ഠതയുള്ളവനായി ദൈവം സൃഷ്ടിച്ചവൻ മനുഷ്യൻ. ആമേൻ. മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് അടുത്ത രംഗം ബൈബിളിൽ ഞാൻ കണ്ടതാണല്ലോ നിങ്ങളോട് പറയുന്നത്. ഞാൻ കണ്ടത് മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുത്തു. ഉലക ചരിത്രത്തിൽ ആദ്യത്തെ കല്യാണം, ചെറുക്കൻ്റെ പേര് പറ ആ ധൈര്യമായി ഉറക്കെ. ആദാം, പെണ്ണിൻ്റെ പേര് ഔവ. കല്യാണം നടത്തിയ ഓഡിറ്റോറിയം ഏദൻ, നടത്തിയ ഉപദേശി യഹോവയായ ദൈവം. ഉലകത്തിൽ ആദ്യത്തെ കല്യാണം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ ചെറുക്കൻ പെണ്ണിനെ എങ്ങനെ കെട്ടിയെന്നും കൂടെ പാസ്റ്റർ ഒന്ന് പറയണം. ധൈര്യമായി പറയാം. ഈ ചെറുക്കനുണ്ടല്ലോ, ആ തോട്ടത്തിൻ്റെ അകത്തൊരു വലിയ കാട്ടുമരം കണ്ട് ആ കാട്ടുമരത്തിൻ്റെ വള്ളി ഡിങ്കനെ പോലെ പറന്നുപോയി വലിച്ചു പൊട്ടിച്ച് ഇവളെ കഴുത്തേലോട്ടിട്ടൊരൊറ്റ മുറുക്ക. ഇത് കണ്ട ദൈവം അപ്പുറത്തോട്ട് മാറി ഇന്ന് 4 കൂവക്കവും കൂവി. അങ്ങനാണോ? അങ്ങനൊന്നും പുസ്തകത്തിലില്ല, അങ്ങനൊന്നും മുറുക്കിയില്ല. അതുകൊണ്ടാണ് പെന്തിക്കോസുകാർ മുറുക്കാത്തത്. പ്ലീസ് ആരും ചോദിക്കരുത്. അപ്പം ഞങ്ങൾ മുറുക്കാത്തത് പിണക്കം കൊണ്ടല്ല, അങ്ങനൊന്നും മുറുക്കിയല്ല ദൈവം യോജിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആരും മുറുക്കാത്തത്. പിന്നെ ആരാ ഉപദേശം ഈ മുറുക്കൊക്കെ കണ്ടുപിടിച്ചത്? അത് ഈ മനുഷ്യന്മാർ കണ്ടുപിടിച്ച പരിപാടി. അതെന്തിന്? ഇവന് തോന്നുമ്പോൾ ഇത് പൊട്ടിച്ചിട്ട് അടുത്ത മുറുക്കാൻ. അപ്പോൾ അവനിങ്ങനെ ഓടി നടന്ന് മുറുക്കണം. അതിന് വേണ്ടി അവൻ കണ്ടുപിടിച്ച സൂത്രമാണ് മുറുക്ക്. കാര്യം പെണ്ണുങ്ങളോട് പറഞ്ഞ് പതിപ്പിച്ച് വെച്ചിരിക്കുക, ഇത് പൊട്ടിയ ബന്ധം തീരുവന്ന്. അങ്ങനെ പതിപ്പിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് ഇത് പൊട്ടിച്ച് കളഞ്ഞാൽ ഇവന് സിമ്പിളായിട്ട് പോയി അടുത്ത മുറുക്കാം. അപ്പം ഇവൻ ഓടി നടന്ന് മുറുക്കാൻ വേണ്ടി ഇവനുണ്ട് ഒപ്പിച്ച് വെച്ച സൂത്രമാണ് മുറുക്ക്. പക്ഷെ ദൈവം അങ്ങനല്ല യോജിപ്പിച്ചത്. ദൈവം എങ്ങനെയാണ് യോജിപ്പിച്ചത്? ദൈവം സാക്ഷിയായ ഒരു ഉടമ്പടി ചെയ്തു. ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, ഇതെൻ്റെ മാംസത്തിൽ നിന്ന് മാംസം. ആ ഉടമ്പടിക്കകത്തൊരു കുടുക്കുണ്ട്, ഒരു രഹസ്യമുണ്ട്. എന്താ? അസ്ഥിക്ക് മാംസം കൂടാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെയോ ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ ശരീരത്തിൽ ഇപ്പം എൻ്റെ ശരീരത്തിൽ അസ്ഥിയുണ്ട്, മാംസമില്ല. പിള്ളേരെന്നെ പൊക്കിയെടുത്ത് ലാബി കൊണ്ട് തൂക്കിയിടും പഠിക്കാൻ, അല്ലേ? ഇപ്പോൾ മാംസമുണ്ട്, അസ്ഥിയില്ല. എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുമോ? ഇല്ല. മൈദാമാവ് കുഴച്ചിട്ടിരിക്കുന്ന പോലെ അവിടെ കിടക്കും. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ അസ്ഥിയും മാംസം ഉണ്ടെങ്കിലേ ഇങ്ങനെ നിവർന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ എൻ്റെ അസ്ഥിയും എൻ്റെ മാംസവും തമ്മിൽ വേർപെടുന്നൊരു ദിവസമില്ലേ? ഇല്ലേ? ഉണ്ടോ? എന്നാ ഷമീർ കൊല്ലം പെട്ടിക്കകത്ത് കയറുമ്പോൾ തീർന്നു. അസ്ഥിയും മാംസവും എല്ലാം വേർപെട്ട് മണ്ണിൽ അലിഞ്ഞു തരും, അല്ലേ? അയ്യോ അങ്ങനൊന്നും പറയല്ലേ പാസ്റ്ററെ, നമ്മച്ചിമാരെ സ്നേഹം കൊണ്ടാ. അങ്ങനൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. എല്ലാത്തിൻ്റെയും പെട്ടി ആറ്റിങ്ങലുണ്ട്.
സകല എണ്ണത്തിൻ്റെയും പെട്ടി ആറ്റിങ്ങലുണ്ട്. സമയമാകുമ്പോൾ ചെന്നങ്ങ് കിടന്നാൽ മതി, എല്ലാത്തിൻ്റെയും പെട്ടി ഇവിടെ ഉണ്ട്. ചില ആളുകളുടെയൊക്കെ നടപ്പ് കണ്ടാൽ വിചാരിക്കും അവൻ ഒരിക്കലും പെട്ടി കയറത്തില്ലെന്ന്. ചുമ്മാതാ, നീയും കയറിയേ പറ്റത്തുള്ളൂ. ചിലരൊക്കെ ഉരുട്ടിപ്പിടിച്ച മസിലുമൊക്കെ ആയിട്ട് ഞെളിഞ്ഞിങ്ങനെ പോവുക, സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ. മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കും, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഒരുത്തനും ഇവിടെ പുലർന്നിട്ടില്ല. എല്ലാം ഒന്നും പെട്ടിക്കകത്ത് കയറിയേ ഒക്കത്തുള്ളൂ. മിനിമം അത്രയെങ്കിലും ബോധം ഉണ്ടായിരുന്നേ മനുഷ്യന്മാർ മര്യാദയ്ക്ക് ജീവിച്ചാൻ, അല്ലേ? അത്രയൊന്നുമില്ല. ചിലരൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു ഞാൻ ഒരിക്കലും ചാവുകയില്ല എന്നൊക്കെ. എവിടെയാ? എല്ലാത്തിൻ്റെയും പെട്ടി ആറ്റിങ്ങലുണ്ട്. മിനിമം അത്രയെങ്കിലും ബോധമുണ്ടെങ്കിൽ നന്നായി. അപ്പം അതുകൊണ്ട് മരണത്താലല്ലാതെ അസ്ഥിയും മാംസവും വേർപെടരുത് എന്ന് പറയുന്നത് പോലെ മരണം കൊണ്ടല്ലാതെ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കാൻ കഴിയാത്ത പവിത്രമായ ബന്ധമാണ് ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച വിവാഹം. ഞാനിതെന്തിനാ പറഞ്ഞത്? കല്യാണമല്ലെന്ന് എനിക്കറിയാമല്ലോ, പിന്നെന്തിനാ ഇത് പറഞ്ഞത്? പറയാൻ കാരണമുണ്ട്. ഭൂതലത്തിൽ ആദ്യം ദൈവം സൃഷ്ടിച്ച രണ്ട് മനുഷ്യൻ ആദം ഹൗവ. ഉലകത്തിൽ ആദ്യത്തെ കല്യാണം ആദം ഹൗവ. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് തോന്നുകയാണ്, നിങ്ങളുടെ ദൈവം ആദ്യമായിട്ട് രണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, ആദം ഹൗവ. അതിനൊക്കെ 6 മാസം മുമ്പേ ഞങ്ങളുടെ ദൈവം സൃഷ്ടിച്ചായിരുന്നു. ആ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേര് പറയാൻ സ്റ്റേജിലേക്ക് വരാമെങ്കിൽ മൈക്ക് തരാം. ആർക്കും വരാം. വരുമ്പോൾ അമ്മൂമ്മ കഥയും കൊണ്ടൊന്നും വരല്ലേ പ്ലീസ്. കഥയൊന്നും കൊണ്ടുവരരുത്. ഹിസ്റ്ററിക്കലായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവന്നേച്ച് പറഞ്ഞാൽ മതി. കഥയൊക്കെ ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. എൻ്റെ ഉമ്മ ഞാൻ പണ്ട് കുഞ്ഞുനാളിൽ ചോറ് തിന്നാൻ മടി കാണിക്കുമ്പോൾ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു, ദോശ തിന്നാൻ ആശ. വിറകൊടിക്കാൻ കാട്ടിൽ പോയി പുലിയെ കണ്ട് പേടിച്ചു, ചാരക്കൂമ്പാരത്തെ വന്നിരുന്നു. ബാക്കി പറയാൻ ഒക്കത്തില്ല. അപ്പോൾ അതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്, ചോറും വാരി തിന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരോട് ഈ കഥ പറഞ്ഞാലോ, കമ്പ്യൂട്ടർ പിള്ളേരോട് അപ്പൂപ്പനും അമ്മമ്മയും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പിള്ളേർ പറയും, നിൽക്ക് അവിടെ നിൽക്കേ, ഈ അപ്പൂപ്പനും അമ്മയും കേരളത്തിൽ ഏത് ജില്ലക്കാരാണ്? ഇപ്പോഴത്തെ പിള്ളേരെങ്ങനെ? അവർ പറയും ഏത് കാട്ടിലാണ് പോയെ, പാലോട് വനത്തിലാണോ മടത്തറ വനത്തിലാണോ എവിടെ പോയെന്ന് പറ, എരുമേലിയിലാണോ, പറഞ്ഞിട്ട് ബാക്കി കഥ മതി. അവരേത് പുലിയെ കണ്ടാ പേടിച്ച? കാട്ടിലെ പുലിയാണോ, മ്യൂസിയത്തിലെ പുലിയാണോ, അതോ തമിഴന്മാരുണ്ടാക്കി വെക്കുന്ന ബൊമ്മപ്പുലിയാണോ? ഇതൊക്കെ പിള്ളേർ ഇപ്പോൾ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾ അപ്പൂപ്പനും അമ്മമ്മയും ജീവിച്ചിരുന്നൊക്കെ പണ്ട് തൊട്ടേ കേൾക്കുന്നുണ്ട്. കുട്ടൂസനും ഡാക്കിനി, ഡിങ്കൻ, മായാവി എന്നൊക്കെ പറയുന്ന പോലെ ഒത്തിരി കഥാപാത്രങ്ങളെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവരാരും ഭൂമിയിൽ ജീവിച്ചിരുന്നോ ഇല്ലയോ എന്ന് ചരിത്രത്തിൻ്റെ ഏടുകളിലെങ്ങും യാതൊരു തെളിവുമില്ലാതെ മുത്തശ്ശിക്കഥയായി തുടരുമ്പോൾ ഇന്ന് രാത്രി ഷമീർ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ആരെങ്കിലും കൊച്ചുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ മുത്തശ്ശിക്കഥയിലെ കഥാപാത്രമല്ല, ഏതെങ്കിലും ചിത്രകഥയിലെ അമാനുഷികമായ ഒരു കഥാപാത്രമല്ല, മറിച്ച് ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തരംതിരിച്ചുകൊണ്ട് ചരിത്രമധ്യേ ജീവിക്കുന്ന ചരിത്രപുരുഷനായ ക്രിസ്തു. ഇവിടെയുള്ള ജാതിമത ഭേദമന്യേ സകല എണ്ണത്തിൻ്റെ വീട്ടിൻ്റെ ഭിത്തിയിൽ ആണിക്കകത്ത് തൂങ്ങിക്കിടക്കുന്ന കലണ്ടർ വിളിച്ചു പറയും യേശുക്രിസ്തു ജീവിച്ചിരുന്നു. ക്രിസ്തു വർഷം 2023. നാം ജീവിക്കുന്ന ഈ വർഷം ചരിത്രത്തെ രണ്ടായി വിഭാജിച്ചുകൊണ്ട് ചരിത്രപുരുഷനായി നിൽക്കുന്ന യേശുക്രിസ്തു. അതുകൊണ്ട് പറയാം, ആമേൻ, ഇതൊരു അമ്മുമ്മ കഥയല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ കുടുംബമായി വിവാഹമെന്ന് സ്ഥാപിച്ച ദൈവത്തെ ബൈബിളിൽ കണ്ടു. അപ്പം നിങ്ങൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ചോദ്യം, അല്ല ഈ പാസ്റ്റർ മുമ്പ് മുസ്ലിം ആയിരുന്നല്ലോ. അതെ, അപ്പോൾ ഈ മനുഷ്യനെ സൃഷ്ടിച്ചതും കല്യാണം നടത്തിയതും ഒക്കെ ബൈബിളിൽ കണ്ടെന്നാണല്ലോ പുള്ളി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഈ ഖുറാനിൽ ഇല്ലായിരുന്നു, പിന്നെന്തിനാ പുള്ളി ഇങ്ങോട്ട് വന്നേ? അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഉണ്ട്, അതിനകത്തുണ്ട്. അതിലില്ലാഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വന്നേ. പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഈ പുസ്തകം പറഞ്ഞതിന് ശേഷം ഒരു 600-610 വർഷം കഴിഞ്ഞാണ് പുസ്തകം പറഞ്ഞത്. അതുകൊണ്ടാണ് ദത് വിട്ടേച്ച് ഇതെടുത്തത്. ഇത് പറയുന്നതിന് ഒരു 6 മാസം മുമ്പേ ഞങ്ങൾ പറഞ്ഞായിരുന്നെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാനാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക വരെ ചോദിച്ചു ഫോട്ടോസ്റ്റാറ്റ്, കിട്ടിയില്ല. ആറ്റിങ്ങെന്ന് കിട്ടിയാൽ സന്തുഷ്ടനാണ്, കൊണ്ടുവരാം. ഈ പുസ്തകത്തിന് മുന്നേ അങ്ങനെ പറഞ്ഞില്ല ഹിസ്റ്ററിക്കലായിട്ടുള്ള ഒരു ഗ്രന്ഥങ്ങളും. അതുകൊണ്ട് ഈ പുസ്തകം മുമ്പേ പറഞ്ഞതുകൊണ്ടാണ് ഈ പുസ്തകം എടുത്തത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കുടുംബത്തെ സ്ഥാപിച്ച ദൈവത്തെ ബൈബിളിൽ കണ്ടു. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോയി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആകെ കൂടെ ഒരു ദൈവം, യഹോവയായ ദൈവം. ആകെ കൂടെ 2 മനുഷ്യൻ, ആദം ഹൗവ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. രാഷ്ട്രീയ പ്രശ്നമില്ല, മതപരമായ പ്രശ്നമില്ല. മനുഷ്യർ തമ്മിൽ അടിയില്ല, കാരണം വേറെ മനുഷ്യരില്ലല്ലോ. ദൈവങ്ങൾ തമ്മിലും അടിയില്ല, കാരണം വേറെ ഇല്ലല്ലോ. അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി. പിന്നെ എവിടെയാണ് പ്രശ്നത്തിന് തുടക്കം? ബൈബിൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെ. ഞങ്ങൾ പറയുന്നു ബൈബിൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെ. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. അത് താല്പര്യമുള്ളവർക്ക് ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ അവനെന്തോ പറഞ്ഞേച്ച് പോയി കളയാം. അതിൻ്റെ അപ്പുറത്ത് ഇവിടെ അന്താരാഷ്ട്ര പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ബൈബിൾ പഠിപ്പിക്കുന്നു ഇങ്ങനെ. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ സുട്ടാവായ ദൈവത്തെങ്കിൽ നിന്ന് സുട്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്ത ഒരു കഥാപാത്രം, പിശാച്, ഇബ്ലീസ്, ശൈത്താൻ, സാത്താൻ എന്നിങ്ങനെ ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ സംബോധന ചെയ്യുന്ന ഇരുട്ടിൻ്റെ ആത്മാവ് പിശാച്.
2023 കമ്പ്യൂട്ടർ യുഗത്തിൽ ഒരുത്തൻ ടൗണിൽ നിന്നുകൊണ്ട് വിളിച്ച് പറയാം, പിശാജ് ചുമ്മാ വേറെ വല്ല പണി, പിള്ളേരൊക്കെ ചിരിക്കാതെ എന്ത് ചെയ്യും, പിശാജ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഉള്ളയാണോന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, 10 മാസം വയറ്റിൽ ചുമന്ന പെറ്റതള്ളയുടെ കഴുത്തറുക്കാൻ 15-കാരനെ പ്രേരിപ്പിക്കുന്നത് ഈശ്വരൻ്റെ ആത്മാവാണെന്ന് സമ്മതിക്കുമോ? ആണോ? 10 മാസം വയറ്റിൽ ചുമന്ന നൊന്ത് പ്രസവിച്ച പെറ്റതള്ളയുടെ കഴുത്തറുക്കുന്നു പുതിയ തലമുറ. ഒരമ്മയുടെ വയറ്റിൽ കിടന്ന കൂടപ്പിറപ്പിനെ 4 വർഷമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സഹോദരൻ. അല്ലേ? കാമുകനോടൊപ്പം ജീവിക്കാൻ നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിനെ തീരദേശത്തിന്റെ കടൽഭിത്തിയിലോട്ട് എറിഞ്ഞു കൊല്ലുന്ന അമ്മ സാക്ഷര കേരളത്തിൽ. ഇതൊക്കെ ചെയ്യിക്കുന്നത് ഈശ്വരൻ്റെ ആത്മാവാണോ? സൃഷ്ടാവിൻ്റെ ആത്മാവാണോ? അപ്പോൾ പിശാച് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചിരിക്കും. പിന്നെ ചിരിക്കാൻ വേറൊരു കാരണമുണ്ട്. ഈ പിശാച് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് പണ്ട് ഒനിഡ ടിവിയുടെ പരസ്യത്തിൽ വരുന്ന മൊട്ടത്തലേനെ പോലെ കണ്ണും തള്ളി കൊമ്പും വെച്ച് പല്ലു ഉന്തി ഇങ്ങനെ വരുന്ന ഒരാളാണ് പിശാച്. രാവിലെ വന്ന് കോളിംഗ് ബെൽ അടിച്ച് ഗുഡ് മോർണിംഗ്, ഞാനാണ് പിശാച്, ഇന്ന് നിങ്ങളുടെ വീട്ടിലാണ് താമസം എന്ന് പറയുന്ന പോലെ വരുന്ന ഒരു മനുഷ്യനല്ല പിശാച്. പിശാചിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഹി ഈസ് നോട്ട് എ ഹ്യൂമൻ ബോഡി, അവനൊരു മാനുഷിക ശരീരമുള്ളവനല്ല, ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ് എന്നൊക്കെയാണ് അവനെ സംബോധന ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാത്മാവാണ്, ഈവിൾ സ്പിരിറ്റ്, ഇരുട്ടിൻ്റെ ആത്മാവ്. പക്ഷേ ഇവൻ എന്നും പ്രവർത്തിക്കാനായി ഒരു ശരീരം ആവശ്യപ്പെടുന്നു. അത് മനുഷ്യൻ്റെ ആയാലും പിണക്കമില്ല, മൃഗങ്ങളുടെ ആയാലും പിണക്കമില്ല. അതിന് ബൈബിളിൽ തെളിവുണ്ടോ? ഉണ്ട്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പാസ്റ്റർ ഇവിടെ വായിച്ചില്ലേ, ഗദരദേശം എന്ന് പറഞ്ഞ ദേശത്തെത്തിയപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യൻ, യേശുക്രിസ്തു വന്നിട്ട് പറഞ്ഞു ഇവനിൽ നിന്ന് പുറപ്പെട്ട് പോകാൻ പറഞ്ഞപ്പോൾ എങ്ങോട്ട് പോയി കയറി? പന്നിക്കൂട്ടത്തിലോട്ട് കയറി. അപ്പം മനുഷ്യനായാലും പുള്ളിക്ക് പിണക്കമില്ല, മൃഗമായാലും പിണക്കമില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എവിടെയെങ്കിലും പ്രസംഗിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചില ചേട്ടന്മാരിങ്ങനെ പല്ലു വിളിച്ച് ഇങ്ങനെ നിന്നെ ഇപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറച്ച് പല്ലുമൊക്കെ കിരിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്ന ചേട്ടന്മാരെ കണ്ടിട്ടില്ലേ? നിങ്ങൾ അവരോട് പിണങ്ങരുത് പ്ലീസ്. കാരണം ഇങ്ങനെ വരുന്ന ചേട്ടന്മാരൊന്നും നമ്മുടെ ശത്രുക്കളല്ല. മനസ്സിലാകുന്നുണ്ടോ? അവരാരും നമ്മുടെ ശത്രുക്കൾ, നമ്മളെ തല്ലാൻ വരുന്നവരോട് പിണങ്ങരുത്. കാര്യം അവരറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് മെറ്റവൻ കയറുന്നതാണെന്ന് ഭൂതം. അപ്പം അങ്ങനെ പല്ലു വിളിച്ചോണ്ട് വരികയാണെങ്കിൽ ആ ചേട്ടനോട് പിണങ്ങരുത്, അവൻ്റെ അകത്തിരിക്കുന്ന പിശാചിനെ ശാസിച്ചാൽ മതി. ചേട്ടന്മാരാരും നമ്മുടെ ശത്രുവല്ല. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, വഴിയെ എത്രയോ ആളുകൾ പോവുക, ചില പട്ടി അവിടെ മിണ്ടാതെ നിൽക്കും, കടിക്കണ്ട. ബൈബിളും പിടിച്ചോണ്ട് പോകുന്നവനെ കണ്ട ഈ പട്ടി ഉടനെ ചാടി കയറി വരും കടിക്കാൻ. അപ്പം നിങ്ങൾ ചിന്തിക്കും ഇതന്നെ ഇങ്ങനെയെന്ന്. ഇവൻ്റെ അകത്ത് മറ്റവൻ കയറുന്നതാണ്. പ്രാർത്ഥിക്കുന്നവനെ കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഒരാത്മാവ്, ഇരുട്ടിൻ്റെ ആത്മാവ്. ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും ജീവജാലങ്ങളെയൊക്കെ നോക്കിയപ്പോൾ പാമ്പെന്ന് പറയുന്ന സൃഷ്ടി കൊള്ളാം, അതിൻ്റെ അകത്തൂടെ പ്രവേശിച്ചു തോട്ടത്തിൽ വന്ന് ഔവ അമ്മച്ചിയോട് കൊച്ചു വർത്താനം പറയാൻ തുടങ്ങി. അമ്മച്ചി എന്നാ ഉണ്ടോ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു പാമ്പൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് കൊച്ചു വർത്താനത്തിനിടയിൽ ദൈവം അരുത് എന്ന് പറഞ്ഞ കാര്യം മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുക. ഇതാണ് എല്ലാ കാലത്തും പിശാചിൻ്റെ തന്ത്രം, ഇരുട്ടിൻ്റെ തന്ത്രം, തിന്മയുടെ തന്ത്രം എന്ന് പറയുന്നത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവം അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് മനുഷ്യനെ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇവൻ്റെ തന്ത്രം. ദൈവം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷഫലത്തെ ഭക്ഷിച്ചുകൊണ്ട് മനുഷ്യൻ പാപത്തിന് അടിമപ്പെട്ടു പോകുന്നു എന്നാണ് ബൈബിൾ പറഞ്ഞത്. ഒറ്റ വാചകത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ ബൈബിൾ ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഇവിടെ നിന്നുകൊണ്ടാണ് എൻ്റെ സന്ദേശത്തിൻ്റെ കാതലായ വിഷയങ്ങൾ ഞാൻ ആറ്റിങ്ങലിനോട് പറയാൻ ആഗ്രഹിക്കുന്ന. ശ്രദ്ധിച്ച് കേൾക്കുക. ആമേൻ. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്ന് പറഞ്ഞാൽ ആദാമ്യ പാപം നിമിത്തം സർവ്വ മനുഷ്യരും പാപത്തിലായി എന്നാണ് ബൈബിളിൻ്റെ പ്രഖ്യാപനം. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ചില ആളുകൾ ചോദിക്കുന്ന 1-2 ന്യായമായ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മാത്രമേ അത് മനുഷ്യർക്ക് മനസ്സിലാവുകയുള്ളൂ. ചോദ്യം 1, ശരി ഷമീറെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണ അല്ലെ പാസ്റ്റർമാരെ, നിങ്ങൾ പറയുന്ന പോലെ ആദമും ഹവ്വയും പാപം ചെയ്തു, അതിൻ്റെ പേരിൽ ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയായി സമ്മതിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങായാ പോരെ? നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങായാ പോരെ? ഞങ്ങൾ ഈ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ പാപി എന്ന് പറയുന്നത് എന്തിനാ? ന്യായമായ ചോദ്യം. നിങ്ങളുടെ ബൈബിളിലെ നിങ്ങളുടെ ഔവായും അമ്മച്ചിയും പഴം കഴിച്ചെങ്കിൽ, നിങ്ങളുടെ ആളുകൾ പാപം ചെയ്തെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികളെല്ലാം പാപികളായിക്കോ? അതിനിപ്പം ബാക്കിയുള്ള മനുഷ്യരെ എല്ലാം കൂടെ ചേർത്ത് പാപി പാപി എന്നൊക്കെ വിളിക്കുന്നത് എന്തിനാണ്? നല്ല കാര്യം. അങ്ങനെ ചോദിക്കണം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയണം. രണ്ടാമത്തെ ആളുകൾ ചോദിക്കുന്നൊരു കാര്യം, പിന്നെ ആദമും ഹവ്വയും പാപം ചെയ്തതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ എങ്ങനെ പാപിയാകുന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം, തീർച്ചയായും കണ്ടെത്തണം.
അതിന് മറുപടി ഒന്ന്, ആമേൻ, എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരാ? എയ്ഡ്സ് രോഗി. ഈ ചോരക്കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തേ? ഈ ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് തൊട്ടിലേക്ക് കിടന്ന് എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ച് ഷേവ് ചെയ്തോ? ഇല്ല. പിന്നെ എങ്ങനെ ഈ കുഞ്ഞ് രോഗിയായത്? ഒറ്റ മറുപടി, അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചു. അതിൻ്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞ് ഒരു ജന്മം അനുഭവിച്ചു തീർക്കുന്നു. ഇവിടുത്തെ മെഡിക്കൽ സമ്മതിക്കുന്നു, സയൻസ് സമ്മതിക്കുന്നു, ഇവിടുത്തെ ഡിഗ്രി ഉള്ളവരെല്ലാം സമ്മതിക്കുന്നു, ഒരു പിണക്കവുമില്ല. എന്തുകൊണ്ട്? അവർക്കൊരു ഉത്തരം പറയാനുണ്ട്. അത് രക്തത്തിലൂടെ വന്നതാണല്ലോ എന്നൊരു ഉത്തരം പറയാനുണ്ട്. അങ്ങനെങ്കിൽ ആദാമ്യ പാപം ഇവിടെ ക്രിസ്ത്യാനിക്ക് വന്നാൽ പോരെ, ബാക്കിയുള്ള മനുഷ്യരൊക്കെ എന്തിനു വരുന്നു എന്ന ചോദ്യത്തിന് ബൈബിളിനൊരു ഉത്തരം പറയാനുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 17:26 വായിച്ചിട്ട് മറുപടി പറയാം. അപ്പോസ്തലപ്രവൃത്തി 17:26 ഒന്ന് വായിച്ചാട്ടെ, ഉറക്കെ വായിച്ചു കൊടുത്തേ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന്. കേട്ടോ, കാതു തുറന്ന് കേട്ടോ, ആറ്റിങ്ങൽ ദേശവാസികൾ കേട്ടോ. എന്തുകൊണ്ട് മനുഷ്യരെല്ലാം പാപിയാണെന്ന് ബൈബിൾ പറയുന്നു? ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ അഥവാ ദൈവം ഒരുത്തൻ അഥവാ ആദമിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. പിടികിട്ടിയോ? തലക്കേറിയോ? ഒറ്റ മറുപടി, ആദാമെന്ന ഏക രക്തത്തിൽ നിന്നാണ് ഭൂതലത്തിലുള്ള സർവ്വ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവം. ആമേൻ. അയ്യോ, ഈ ഉപദേശം എന്നാ ഈ പറയുന്നത്? കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചെന്നോ? അതേന്നേ, ഒന്ന് തെളിയിക്കാവോ? പിന്നെന്താ? നാളെ രാവിലെ 4 ബോട്ടിലെടുക്കുക, 4 ബോട്ടിൽ 4 മൃഗങ്ങളുടെ രക്തം എടുക്കുക. ആട്, ആന, പോത്ത്, പശു. ഇവിടെ അടുത്തുള്ള ലാബിലേക്ക് കൊടുക്കുക, ആറ്റിങ്ങൽ. 10 മിനിറ്റ് കഴിയുമ്പോൾ മിടുക്കി പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ദേ, ഇത് ആട്, ആന, പോത്ത്, പശു. കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇന്ന് ലാബിലുണ്ട്. വീണ്ടും 4 ബോട്ടിലെടുക്കുക. ഒന്നിൽ ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ ഇവിടെ അടുത്തുള്ള പള്ളിയിലച്ഛൻ്റെ രക്തം, ഇനിയൊന്നിൽ ഇവിടെയുള്ള ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനിയൊന്നിൽ ഞങ്ങളിലൊരു ഉപദേശിയുടെ രക്തം. അതേ ലാബിൽ കൊടുക്ക്. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ചു തരുമോ? ദേ, മാറിപ്പോവല്ലേ, മൂല ഇരിക്കുന്നതാണ് മുസ്ലിയാർ. ഇപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട് പൂജാരിയുടെ. തരുവോടോ? എടോ മനുഷ്യ, തരുവോടോ? തരത്തില്ലടോ. ABCD ഗ്രൂപ്പ് തിരിച്ചെന്നിരിക്കും. പക്ഷെ പിള്ളേർ പറയും, ദേ, മനുഷ്യന്റെ സമയം മെനക്കെടുത്തരുത്, ഇതെല്ലാം മനുഷ്യന്റെ രക്തം. കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവം. അതാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ കൊന്തയും കുരിശും കഴുത്തിലിട്ടുകൊണ്ട് ക്രിസ്ത്യാനി ചെറുക്കൻ ബൈക്കിൽ കൂടെ പാഞ്ഞുപോയി ടിപ്പറിൻ്റെ അടിയിലോട്ട് ചെന്ന് കയറി തല പൊട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പം 1 കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ക്രിസ്ത്യാനി ചെക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ദൈവത്തോട് കരഞ്ഞു, കർത്താവേ, എൻ്റെ കൊച്ചിന് ആര് ബ്ലഡ് കൊടുക്കുമെന്ന് കരയുമ്പോൾ തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവി ഉടുത്ത RSSകാരൻ പറഞ്ഞു, അമ്മ കരയണ്ട, ഞാൻ തരാം ബ്ലഡ്. വേണ്ട, നീ BJP അല്ലേ എന്ന് ഇന്ന് വരെ ഒരമ്മയും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചുപോയി. ഒരു കിഡ്നിക്ക് മനോരമയെ പരസ്യം ചെയ്തു. പരസ്യം കണ്ടുവന്നത് ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ കിഡ്നി എനിക്ക് വേണ്ടെന്ന് പൂജാരിയും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോടോ? ഇല്ലടോ മനുഷ്യ. എന്തിനാടോ തമ്മിലടിക്കുന്നത്? എന്തിനായി അടിക്കുന്നത്? മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന ഒരു ശ്വാസം, അതിൻ്റെ അപ്പുറത്ത് എന്താണുള്ളത്? അതുകൊണ്ട് ഈ ആരോഗ്യവും തണ്ടം തടിയും മസിലുമൊക്കെ ഉള്ള സമയത്ത് തമ്മിലടിക്കാതെ, കാവിയെടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും എൻ്റെ അപ്പൻ്റെ മകനാണ്, എൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, എൻ്റെ കൂടപ്പിറപ്പാണെന്ന് പറഞ്ഞ് തോളിൽ ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ടതിന് പകരം കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തോടെ കൂടപ്പിറപ്പിൻ്റെ കഴുത്തറുക്കാനും കയ്യും കാലും വെട്ടിയെറിയാനും മടിയില്ലാത്തൊരു തലമുറ ഇന്ന് പട്ടണങ്ങളിലുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, അവൻ്റെ അകത്ത് പാപമിരിപ്പുണ്ട്. ഈ പാപം ഉണ്ണികൃഷ്ണന്റെയും ഷമീറിന്റെയും അകത്തുണ്ടായിരുന്നു. അന്ന് ഞങ്ങളും പല്ല് കടിച്ചിട്ടുണ്ട്. കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും നോക്കി ഞങ്ങളും പല്ല് കടിച്ചിട്ടുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പറഞ്ഞില്ലേ സാക്ഷ്യം? സുവിശേഷത്തെ ഇഷ്ടപ്പെടാത്ത ചേട്ടന്മാരുടെ കൂടെ സഞ്ചരിച്ച് പാഷന്മാരെ വഴി പിടിച്ചു നിർത്തി കുത്തിനു പിടിച്ച് ഉപദ്രവിക്കുന്ന ഉണ്ണികൃഷ്ണൻ ഇവിടെ നിന്ന് പറഞ്ഞത് കേട്ടോ. അന്ന് പുള്ളിക്കും ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നെന്ന്. ഇതൊക്കെ കേട്ട് പല്ല് കടിച്ചൊരു കാലം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്.
പക്ഷെ ഇന്ന് തൻ്റെ ഇടത്തോടെ പറയാം, ഈ സ്റ്റേജിൽ ആറ്റിങ്ങലിൽ കാവിയൊടുത്തവനോ തൊപ്പിയിട്ടവനോ കൊന്തയിട്ടവനോ ഈ സ്റ്റേജിന്റെ അടുക്കലേക്ക് വന്നാൽ ഞങ്ങൾ തൻ്റെ ഇടത്തോടെ പറയും, ഞങ്ങൾ അവനെ ആദ്യം വിളിക്കുന്ന പേരെന്തായിരിക്കുമെന്ന് കാണാതെ നിങ്ങൾക്കറിയാം. എന്നാലും ഒന്നുകൂടെ ഞാൻ പറയാം, ഞങ്ങൾ അവനെ വിളിക്കുന്ന ആദ്യത്തെ പേര് ബ്രദർ. അർത്ഥമറിയില്ലെങ്കിൽ പറയാം സഹോദര എന്ന് വിളിക്കാൻ. ഞങ്ങളുടെ തലച്ചോറിൻ്റെ അകത്ത് മാറ്റം വരുത്തിയ സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളോട് വിളംബരം ചെയ്യുന്ന സുവിശേഷം. ചില ആളുകൾ ചോദിക്കുന്നു, ഷമീറെ ക്രിസ്ത്യാനി ആയില്ലേ? ആയി. എന്നാ പേര് മാറ്റാത്ത? ഉണ്ണികൃഷ്ണൻ നായർ എന്നൊക്കെ, അതിനെ ഇപ്പോഴും നിങ്ങൾ ഈ നായർ എന്നൊക്കെ പറയുന്ന പേര് മാറ്റിക്കൂടെ എന്ന് ചോദിക്കാറുന്ന ആളുകളുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് പേരും സർട്ടിഫിക്കറ്റും മാറ്റുന്ന സന്ദേശത്തെ അല്ല. ഇന്നലെ വരെ കളറും കൊടിയും വർഗീയവും നോക്കി സ്നേഹിച്ച ആ തലച്ചോറിനെ എടുത്ത് പുറത്തെറിഞ്ഞിട്ട് കാവിയെടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും സഹോദര എന്ന് വിളിക്കാൻ ഞങ്ങളുടെ മസ്തിഷ്കത്തിനകത്ത് മാറ്റം വരുത്തിയ സന്ദേശമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമെങ്കിൽ അഭിമാനത്തോടെ തൻ്റെ ഇടത്തോടെ ആറ്റിങ്ങലിനോട് ഞങ്ങൾ വിളിച്ചു പറയും, മറ്റൊരുത്തനും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ, തിന്മയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിൽ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തു. ആമേൻ. അതുകൊണ്ടാ പറഞ്ഞത്, ആമേൻ, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ഒരൊറ്റ രക്തത്തിൽ നിന്ന് സർവ്വ മനുഷ്യരെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാവിയെടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും എൻ്റെ അപ്പൻ്റെ സൃഷ്ടി, എൻ്റെ സഹോദരനെന്ന് എവിടെയും ഉച്ചഭാഷയിൽ വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് തൻ്റെ ഇടത്തോടെ കഴിയും. മറിച്ച് ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സംഘടനാവാദികൾക്ക് ഇതുപോലൊരു വേദിയും 50,000 വാട്ട്സ് സൗണ്ടും വെച്ച് കെട്ടിയിട്ട് ഇവിടുത്തെ കൊന്തയിട്ടവനും തൊപ്പിയിട്ടവനും കാവിയെടുത്തവനും എൻ്റെ കൂടപ്പിറപ്പാണെന്ന് പറയാൻ കഴിയുമോ? എന്നാ അങ്ങനെ പറഞ്ഞാൽ തമ്മിലടി നടക്കത്തില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ പാർട്ടി വളർത്താൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ മതം വളർത്താൻ പറ്റത്തില്ലല്ലോ. എന്നാൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയും, ഇവിടെ ഉള്ളവർ ഞങ്ങളുടെ കൂടപ്പിറപ്പാണ്. അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരംകാരെ ഉപദേശിമാരെ കളിയാക്കിയിട്ട് പറയുന്നൊരു വാചകമുണ്ട്, യവന്മാർക്ക് നാണോമാനം ഇല്ലാത്തവന്മാരുടെ ആര്? ഈ പെന്തിക്കോസുകാർ. അടിച്ചാലും ഇടിച്ചാലും ചവിട്ടിയാലും തുപ്പിയാലും പിന്നെ വലിഞ്ഞു കയറി വരികയാണ്. പ്രാർത്ഥിക്കട്ടെന്ന് ചോദിച്ചാൽ നാണോമാനം ഇല്ലാത്തവന്മാർ. സത്യമാണെന്ന്. നാണമില്ലാത്തവന്മാര് അടിച്ചാലും ഇടിച്ചാലും ചവിട്ടിയാലും പിന്നെയും വലിഞ്ഞു കയറി വരും. സഹോദര, പ്രാർത്ഥിക്കട്ടെ. എന്തുകൊണ്ടാ? നീ എൻ്റെ അപ്പൻ്റെ മകനാണ്, നീ എൻ്റെ കൂടപ്പിറപ്പാണ് എന്ന തിരിച്ചറിവ് പുസ്തകം തന്നതുകൊണ്ട്. അതുകൊണ്ടാ സഹോദര പിന്നെയും വലിഞ്ഞു കയറി വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. വേദപുസ്തകം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, മനുഷ്യന്റെ അകത്ത് പാപം കയറി. മനുഷ്യൻ പാപിയാണ് പോലും. 2023 കുറെ ഉപദേശിമാരെ വിളിച്ചു പോകുന്നു മനുഷ്യൻ പാപിയാണ്. ചുമ്മാ ചിരിപ്പിക്കാതെ പോയേ. മനുഷ്യൻ പാപിയല്ലെന്ന് പറയുന്നവരാരെങ്കിലും ആറ്റിങ്ങൽ ടൗണിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം ആറ്റിങ്ങലിൽ പാപി ഉണ്ടോ ഇല്ലയോ. ദൂരേക്കും പോകണ്ടടോ, അന്വേഷിച്ചു പോകണ്ടടോ. നിന്റെ കടയിൽ വരും. പൂട്ടിട്ടാലോ പൂട്ട് പിടിച്ചൊന്ന് കുലുക്കി പിന്നൊന്നുകൂടെ കുലുക്കി വെച്ചാ വീട്ടിൽ പോകുന്നത്. എന്നിട്ട് ഉറക്കമില്ലാതെ വന്നപ്പോൾ CCTV വെച്ചെന്ന്. ആരെ പേടിച്ചാടോ? മനുഷ്യന്മാരെ പേടിച്ചല്ലേ. നമ്മുടെ സൗകര്യമാർ രാത്രി കഥ കടച്ച് കൊളുത്തിട്ട് ഓടാമ്പലം പിടിച്ചിട്ടേച്ച് ഇപ്പൊ കഥയുടെ പുറകെ ചട്ടിയും കലവും വാരി അടുക്കി വെച്ചാ ഉറങ്ങുന്നത്. ആരെ പേടിച്ച്? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? ആണോ? അല്ല, ഇരുകാലികളായ മനുഷ്യന്മാരെ പേടിച്ചിട്ട്. ആറ്റിങ്ങൽ ടൗണിൽ നിന്ന് ഒരു നിശ്ചിത സമയം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഇവിടുന്ന് തിരുവനന്തപുരം വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് തിരിച്ചു വരാൻ ധൈര്യമില്ല. ആരെ പേടിച്ചടോ? സിംഹം പിടിക്കുമെന്ന് പേടിച്ചോ? ഇരുകാലികളായ മനുഷ്യന്മാരെ പേടിച്ചിട്ട്. ചങ്കാണ് മത്തങ്ങയാണെന്ന് പറഞ്ഞ് തോളി കൈയിട്ടുകൊണ്ട് നടന്ന കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടന്ന കൂട്ടുകാർ. എൻ്റെ കുഞ്ഞുപ്രായം മുതൽ ഞങ്ങൾ ചങ്കാണ് മത്തങ്ങയാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നിട്ട് ഒരു കുപ്പി മദ്യമെടുത്ത് പൊട്ടിച്ചടിച്ചു കഴിയുമ്പോൾ കൂട്ടുകാരൻ്റെ കഴുത്തറുക്കുക. എവിടെ ചങ്ക്? എവിടെ മത്തങ്ങ? ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യൻ ഏത് നിമിഷം മാറുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു ജീവിയാണ്. അവൻ്റെ അകത്ത് പാപമെന്ന ഇരുട്ടിരിക്കുന്നു. അത് എപ്പോൾ പുറത്തു വരുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പണ്ട് കാലത്ത് സ്വന്തം പെൺകുഞ്ഞിനെങ്കിലും വെറുതെ വിടുമായിരുന്നെങ്കിൽ ഇന്ന് സ്വന്തം പെൺമക്കളെ പോലും വെറുതെ വിടാത്ത കാടന്മാരായി ഇരുകാലി മനുഷ്യന്മാർ മാറാൻ കാരണം അവൻ്റെ അകത്തിരിക്കുന്ന പാപമാണ് സുഹൃത്തേ. മനസ്സിലാകുന്നുണ്ടോ? കഴിഞ്ഞ മാസങ്ങളിൽ വായിച്ചോ? കഴിഞ്ഞ ആഴ്ച വായിച്ചോ? ആമൻ. വഴിയരികിലിരുന്ന് ഭിക്ഷയെടുക്കുന്ന 75 വയസ്സുള്ള ഒരമ്മ, 75 വയസ്സുള്ള ഒരമ്മയെ തലക്കടിച്ചു വീഴ്ത്തിയിട്ട് പീഡിപ്പിക്കുവാൻ എടുത്തുകൊണ്ട് പോയ 25-26 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്ത് വായിച്ചോ?
75 വയസ്സുള്ള ഒരു അമ്മയ്ക്ക് തെരുവിലിറങ്ങാൻ കഴിയാത്ത നാടായി ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന സാക്ഷര കേരളം കാടന്മാരെക്കാളും ഒരുപക്ഷെ മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന മടിക്കുന്ന ഹീനകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് 4 കാല് മൃഗത്തെ ലജ്ജിപ്പിച്ചുകൊണ്ട് 2 കാല് മനുഷ്യൻ മൃഗത്തെക്കാൾ അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നില്ലേ? കേൾക്കുന്നില്ലേ? വാർത്തകൾ കാണുന്നില്ലേ? 3 വയസ്സുള്ള പെൺകുഞ്ഞിന് തെരുവിലിറങ്ങാൻ കഴിയുന്നില്ല. 95 വയസ്സുള്ള മുത്തശ്ശിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അത്തരം കാടന്മാരായി വിദ്യാഭ്യാസമുള്ള മനുഷ്യന്മാരെങ്ങനെ മാറുന്നു ഒന്ന് പറഞ്ഞതാ. മനുഷ്യന്റെ അകത്ത് പാപമെന്ന് പറയുന്ന വിപത്ത് കുടിയിരിക്കുന്നു. പാപമെന്ന് പറയുന്ന ഇരുട്ട് അവൻ്റെ അകത്ത് കുടിയിരിക്കുന്നു. ഈ ഇരുട്ട് അവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അവന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആഗ്രഹിക്കാത്ത തെറ്റിലേക്ക് അവൻ കടന്നു പോവുകയാണ്. ഒരു അനുഭവം പറയട്ടെ. ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 1 മാസത്തെ സന്ദേശ വാഹന യാത്രയിൽ സഞ്ചരിച്ചു വന്നു. മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ഇതുപോലെ പ്രസംഗിച്ചു. ദേശീയപാത ഹൈവേയുടെ തൊട്ടപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ കയ്യും കെട്ടി പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. പ്രസംഗം തീർന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ എൻ്റെ അരികിൽ വന്നു. അദ്ദേഹം എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, സാർ എന്നെ ഒന്ന് രക്ഷിക്കാൻ സാറേ പറ്റുമോ? ഞാൻ ചോദിച്ചു, എന്താ സഹോദര, എന്താ പ്രശ്നം? അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുക. ഒരു നല്ല ചെറുപ്പക്കാരൻ, ആരോഗ്യമുള്ള യുവകോമളനായ ഒരു ചെറുപ്പക്കാരൻ. ചോദിച്ചു, എന്നാ സഹോദര, എന്താ വിഷമം? ആ ചെറുപ്പക്കാരൻ പറയുക, കണ്ണുനീര് വീർത്തിക്കൊണ്ട് പറയുക, എല്ലാം പോയി സാറേ, എല്ലാം പോയി. എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞ് എല്ലാം പോയി. 1 മുഴം കയറിലോ 1 കുപ്പി വിഷത്തിലോ തീർക്കാമെന്ന് ചിന്തിച്ച് ഞാനിങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ നിങ്ങളുടെ സന്ദേശം കേട്ട് ഞാൻ ഇച്ചിരി സമയം നിന്നതാണ്. ചോദിച്ചു, എന്താ സഹോദര, എന്താ നഷ്ടപ്പെടാൻ കാര്യം എന്താ? ഉടനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കുകൾ കേൾക്കണോ? ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, സാറേ എനിക്ക് ഭാര്യ ഉണ്ടായിരുന്നു, 4 വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞുണ്ട്, എന്ത് നല്ല കുടുംബം ഉണ്ടായിരുന്നു. ഓരോ ദിവസവും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ തലേ കൈവച്ച് ഞാൻ എൻ്റെ ഭാര്യയോട് സത്യം ചെയ്യുക, പപ്പയുടെ പൊന്നുമോളാണ്, പപ്പയുടെ ചക്കരവാവയാണ്, പപ്പ ഇനി കുടിക്കത്തില്ലെന്ന് ആണയിട്ട് പറഞ്ഞിട്ടും ആമേൻ വീട്ടിൽ നിന്നിറങ്ങും. വൈകുന്നേരത്ത് കൂട്ടുകാർ കവലെ കാത്തിരിക്കുക, ഷെയറിടളിയ, കുപ്പിയെടുക്കാളിയ, കൂട്ടുകാരുമായി പിരിവിട്ട് കുപ്പിയെടുത്ത് വെള്ളമടിച്ച് 4 കാലെ വീട്ടിൽ ചെന്ന് കയറുന്ന ഞാൻ ഒരു മൃഗമാണ് സാറേ. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ മൃഗം, അത് ഞാനാ. എൻ്റെ ഭാര്യ പാവമാണ് സാറേ, അവൾ ഒത്തിരി സഹിച്ചവളാണ്, ഞാൻ അവളെ തല്ലാറുണ്ട്. നിവർത്തിയില്ലാതെ വന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയി. ഇന്ന് എനിക്ക് ആരുമില്ല. അടുത്ത വാക്ക് കേട്ടേച്ചേ പോകാവൂ. അടുത്ത വാക്ക് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, സാറേ നിങ്ങൾ ആരെങ്കിലും ഇടപെട്ടിട്ട് ഒരൊറ്റ പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം എൻ്റെ കുഞ്ഞിനെയും കുടുംബത്തെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ ഈ നശിച്ച കുടിയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ്റെ വാക്കാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ പഴിക്കുന്ന, ഇവൻ ഭൂമിക്ക് ഭാരമാണെന്ന് നമ്മൾ പറയുന്ന, ഇവൻ ഒരിക്കലും നന്നാകത്തില്ലെന്ന് ശപിക്കുന്ന ഈ നാട്ടിലെ ഓരോ ചെറുപ്പക്കാരൻ്റെയും ഉള്ളിൽ നന്മയുടെ ഒരു മനസ്സുണ്ട്, നന്നാകണമെന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ട്, നല്ലതായി ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ഹൃദയമുണ്ട്. പക്ഷേ അതിന് സാധിക്കുന്നില്ലെന്നാണ് അവർ പറയുന്നത്. എന്താ സാധിക്കാത്തത്? കള്ളു കുടിക്കുന്ന തെറ്റാണെന്ന് അറിയാതെയാണോ കുടിക്കാൻ പോകുന്നത്? മനുഷ്യ, മലയാള ഭാഷയിൽ, മാതൃഭാഷയിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിട്ടുണ്ട്. പുകവലി ശരീരത്തിന് വിപത്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് തെറ്റാണെന്ന് അറിയാതെയാണോ മനുഷ്യന്മാർ ഓടുന്നത്? നിങ്ങൾ ചിന്തിക്ക്. പണ്ട് കാലത്ത് നമ്മൾ ഇവിടെയുള്ള പഴക്കടയിൽ വന്ന് 1 കിലോ മുന്തിരി വേണമെന്ന് പറഞ്ഞ കടക്കാരൻ എന്താ ചെയ്തേ? പണ്ട്, ഇപ്പോഴല്ല, പണ്ട് ഇതേപോലെ തോളിൽ ഒരു തോർത്ത് കിടക്കും. ആ തോർത്തെടുത്ത് മുന്തിരിക്കകത്തോട്ടൊരു വീശും അല്ലേ? എന്തിനാ? മുന്തിരിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈച്ചകളെ മുഴുവൻ ആട്ടിപ്പായിച്ചിട്ടാണ് 1 കിലോ മുന്തിരി കടക്കാരൻ തൂക്കി തന്നു അല്ലേ? അന്ന് നമ്മുടെ കുഞ്ഞു മനസ്സ് പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഈ കടയ്ക്കൊട്ടും വൃത്തിയില്ലെന്നാണ് നമ്മുടെ കുഞ്ഞു മനസ്സ് പണ്ട് പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ പഴക്കടയിലോട്ട് നിങ്ങൾ ഇറങ്ങി നോക്ക്, സ്കാൻ ചെയ്താൽ പോലും ഒരൊറ്റ ഈച്ച പഴക്കടയുടെ പരിസരത്തില്ല. എന്താ? കടയ്ക്ക് വൃത്തി കൂടിയോണ്ടാണോ? അല്ലല്ല, ഈച്ചക്കറിയാം ഇതിൻ്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകുന്ന രാസപദാർത്ഥങ്ങൾ കൊണ്ട് പുരട്ടി തേച്ചാണ് ഓറഞ്ചും ആപ്പിളും മുന്തിരിയും മിനുസപ്പെടുത്തി മിനുക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകുമെന്ന് ഈച്ചക്കറിയാം. അതുകൊണ്ട് ഈച്ച മാറി നടക്കുക. മനസ്സിലായോ? മനുഷ്യന്റെ മുമ്പിൽ കൂടെ നടന്നു പോകുന്ന ഉറുമ്പിന്റെ മുമ്പിൽ അല്പം ഉപ്പ് അല്പം പഞ്ചസാര ഇട്ട് കൊടുത്ത് നോക്കി നിൽക്ക്. ഉറുമ്പ് നടന്നു വന്ന് ഉപ്പും മണക്കും പഞ്ചസാരയും മണക്കും. കൂട്ടുകാരെ വിളിക്കും, വട, എന്നിട്ട് പഞ്ചസാര തരി ചുമന്നുകൊണ്ട് വരിയായി പോകുന്ന കാഴ്ച കാണാം. ചോദിക്ക്, സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഉറുമ്പേ, ഉപ്പും വെളുത്തിരിക്കുന്നു, പഞ്ചസാരയും വെളുത്തിരിക്കുന്നു, ഇത് രണ്ടും ഞങ്ങൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന ഐറ്റമാണ്, എന്നിട്ടും താങ്കൾ എന്താ ഉപ്പെടുക്കാതെ പഞ്ചസാര മാത്രം എടുത്തെന്ന് ചോദിച്ചാൽ സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഉറുമ്പ് പറയുന്ന മറുപടി ഒന്നേ ഉള്ളൂ, ചേട്ടാ പിണക്കം കൊണ്ടല്ല, ഈ ഉപ്പിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന സോഡിയം അത് ഞങ്ങളുടെ ശരീരത്തിന് ദോഷം വരുത്തും, അതുകൊണ്ട് എടുത്തില്ലെന്നേ ഉള്ളൂ.
നിസാരപ്പെട്ട ഈച്ചയും ഉറുമ്പും ശരീരത്തിന് ദോഷം വരുത്തുന്ന വിഷയത്തിൽ നിന്ന് മാറി നടക്കുമ്പോൾ ആരോഗ്യമുള്ള മനുഷ്യൻ, ആത്മാവുള്ള മനുഷ്യൻ, വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ, മനനം ചെയ്യുന്ന മനുഷ്യൻ, അവൻ അറിയാവുന്ന മാതൃഭാഷയിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിട്ടും വിറയ്ക്കുന്ന കയ്യുമായി ലുങ്കിയും വാരി ചുറ്റി ബിവറേജിന്റെ തിണ്ണയിലേക്ക് അവൻ പാഞ്ഞോടുന്നത് അറിവില്ലായ്മയാണോ? അല്ല. അറിഞ്ഞിട്ടും ഈ തെറ്റിലേക്ക് മനുഷ്യനെ വലിച്ചുകൊണ്ടു പോകുന്ന അദൃശ്യ ശക്തി, അവനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് കൂട്ടുകാരാ പാപം. ഈ പാപം എന്തുകൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് കഴിയാത്തത്, പോലീസിന് കഴിയാത്തത്? നമ്മുടെ ഭരണകൂടം ശക്തമല്ലേ? ഇരട്ട ചങ്കുള്ള നേതാവ് ഭരിക്കുന്ന സംസ്ഥാനമല്ലേ? എന്തേ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല? ഇവിടുത്തെ പോലീസുകാർ ശക്തരല്ലേ? കഴിവുറ്റ മികവുറ്റ പോലീസുകാർ അവിടെ ഉള്ളത്. ഇവിടെ ഒരു കുറ്റകൃത്യമുണ്ടായാൽ മണിക്കൂറുകൾ വെച്ച് പ്രതിയെ പിടിക്കാൻ കഴിവുള്ള പോലീസുകാരുള്ള സംസ്ഥാനമാണ് കേരളം. അറിയാമോ? അപ്പൊ നിങ്ങൾ ചോദിക്കും ചില കേസുകൾ തെളിയാതെ അത് ഏമാന്മാർക്ക് വേണ്ടപ്പെട്ടവരുടെ കേസായതുകൊണ്ട് അങ്ങനെ കിടക്കും, ബാക്കിയുള്ളതൊക്കെ അവർ തെളിയിച്ചിരിക്കും. അതിന് കഴിവുള്ള മികവുറ്റ പോലീസുകാരാണ് ഇവിടെ ഉള്ളത്. ഇവരെല്ലാം ഒന്നടങ്കം ശ്രമിച്ചിട്ടും ഇവിടെ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 11 വയസ്സുകാരുടെ ബാഗിൽ നിന്ന് MDMA എന്ന് പറയുന്ന മയക്കുമരുന്ന് പിടികൂടിയെന്ന്. എന്തേ ഈ ഉപദേശിമാർ തൊണ്ട കയറുമ്പം ചില അണ്ണന്മാർ നിങ്ങൾ ഇങ്ങനെ തൊണ്ട കയറിയുണ്ട്, ഇതിനൊക്കെ പരിഹാരം വരുമോ? പിള്ളേർ മദ്യവും ലഹരിയും കഞ്ചാവും ഒക്കെ അടിച്ചു പോകുന്നെങ്കിൽ അതിനെ നന്നാക്കാൻ ഇവിടെ പോലീസും ഗവൺമെൻറ്റും ഉണ്ട്, അവർ നോക്കിക്കൊള്ളൂ എന്നാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രേമികൾ പറയുന്നത്. അങ്ങനെയുള്ള പ്രേമികൾ വല്ല വാറ്റിങ്ങലുണ്ടെങ്കിൽ 2 വാക്ക് ചോദിച്ചിട്ട് പോകാം. ആരാണ് ചേട്ടാ ഇവിടെ കുടിക്കാൻ കൊടുക്കുന്നേ? അതാത് ഗവൺമെൻറ്റുകളാണ് ഇവിടെ കുടിക്കാൻ കൊടുക്കുന്നത്. കുടിച്ചവനെ വഴിയിൽ പിടിച്ചു നിർത്തി പിഴയടപ്പിക്കുന്ന ആരാ? അതും സർക്കാർ. കുടിക്കാൻ കൊടുക്കുന്നതും സർക്കാർ, കുടിച്ചവനെ കൊണ്ട് പിഴയടപ്പിക്കുന്നതും സർക്കാർ. നാടകമേ ഉലകം. കോമാളികളായി ജീവിക്കുന്ന കഴുതകളായി പൊതുജനം കഴുതയായി മാറുന്നു. അതിൻ്റെ അപ്പുറത്ത് എന്താണോ ഇവിടെ സംഭവിക്കുന്നത്? വേണ്ട. ആറ്റിങ്ങൽ എന്നെ കേൾക്കുന്നവരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ്റെ ഒരു ദിവസത്തെ ജീവിതം എന്താണെന്ന് നിങ്ങൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നു. 1200 രൂപ ശമ്പളം മേടിച്ച് പോക്കറ്റിൽ തിരുകുന്നു. കയ്യും കാലും മുഖവും കഴുകുന്നു. ഒറ്റ ഓട്ടം. എവിടെ? ബിവറേജിലേക്ക്. തലേ തോർത്തു വിട്ടുകൊണ്ട് പമ്മി നിൽക്കുന്നു കുപ്പിയെടുക്കാൻ. തൊട്ടുപുറകെ ഹെൽമെറ്റ് വെച്ചോണ്ട് മോൻ നിപ്പുണ്ട്, അത് പുള്ളി അറിയുന്നില്ല. അപ്പൻ തോർത്തിട്ടോണ്ട് മോ ഹെൽമെറ്റ് വെച്ചോണ്ട്. 2 പേരും ഒറ്റ ക്യൂബിൽ നിൽക്കുന്നതാണ് പുതിയ കാഴ്ച. 1200-ൽ 700 രൂപ കൊടുത്ത് കുപ്പിയെടുത്ത അപ്പൻ ബിവറേജിന്റെ മൂലയിൽ മാറിയിരുന്ന് കുപ്പി അടിച്ചു തീർക്കുന്നു. കണക്ക് ശ്രദ്ധിച്ചോണം ശരിയാണോന്ന്. 1200-ൽ 700 രൂപ കൊടുത്ത് കുപ്പിയെടുത്ത അപ്പൻ ബിവറേജിന്റെ മൂലയിൽ മാറിയിരുന്ന് കുപ്പി അടിച്ചു തീർത്തു. അപ്പൻ പിറ്റായി, കുപ്പി കാലിയായി, മിച്ചം 500 കണക്ക് ശരിയാണ്. കാലിക്കുപ്പിയും കൊണ്ട് അപ്പൻ ആടി അടുത്തുള്ള ആക്രിക്കടയിൽ വരുന്നു. കാലിക്കുപ്പി അവിടെ കൊടുത്തു. കുപ്പിക്ക് കിട്ടി 3 രൂപ. അരിക്ക് 1 രൂപയല്ലേ ഉള്ളൂ, വികസനമാണല്ലോ. അപ്പം 3 കിലോ അരി വീട്ടിലെത്തും. പെണ്ണും പിള്ളയ്ക്ക് പരാതിയില്ല. 3 കിലോ അരിയും കൊണ്ട് ആടി കൈനറ്റിക്കൊണ്ടാ എടുത്ത് ഇവൻ വീട്ടിൽ പോകുമ്പോൾ ദാ വരുന്നു അടുത്ത ഇരുട്ടടി. ഏത്? ആ വളവ് തിരിഞ്ഞപ്പോൾ ഒളിച്ചിരുന്ന് ഇരപിടിക്കുന്ന ജീവി പിടിച്ചു. ഊതടാന്ന് പറഞ്ഞു ഊതി. ബാക്കി 500 അവനും കൊണ്ടുപോയി. അല്ലേ ഇവിടെ നടക്കുന്നത്? വിൽക്കുന്നിടത്ത് പോലീസ് കാവല്, വിറ്റ് കഴിഞ്ഞാൽ അടുത്ത വളവിൽ. കാരണം ഇവൻ അതിലാണല്ലോ വരുന്നത്. വിൽക്കുന്നിടത്ത് അടി ഉണ്ടാകരുത്, അതുകൊണ്ട് കാവൽ നിൽക്കണം. വിറ്റ് കഴിഞ്ഞാൽ വളവിൽ പോയി ഒളിച്ചിരിക്കണം. ഒളിച്ചിരുന്ന് ഇരപിടിക്കുന്ന ജീവി ഇല്ലേ? അതിനാ നിങ്ങളാരും ഉണ്ടാത്തത്? ഉള്ളത് പറയുന്നതിന് എന്നാ മാഷേ പ്രശ്നം? അല്ലെങ്കിൽ നിങ്ങൾ പറ. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒന്നും തിരിച്ചറിയാൻ ബോധമില്ലാത്ത കുറെ പിള്ളേര് ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചാകാനും കൊല്ലാനും നടക്കുക. ഇന്ന് സന്ധ്യയ്ക്ക് എന്നെ കേൾക്കുന്ന യുവ സ്നേഹിത, കൂട്ടുകാരാ, കൂടപ്പറപ്പേ, നീ ഏത് പാർട്ടിക്ക് വേണ്ടി അടിച്ചാലും ഇടിച്ചാലും ചത്താലും 2 പാർട്ടിയുടെ നേതാക്കന്മാർ അടുത്ത സ്റ്റേജിൽ കാണുമ്പോൾ തമ്മിൽ കെട്ടിപ്പിടിച്ച് ക്യാമറയുടെ നേരെ നോക്കി വലിച്ച ചിരിയും ചിരിച്ച് അവരവരുടെ വീട്ടിൽ പോയി സുഖമായി ഉറങ്ങും. അവനെ ആരാ നിനക്ക് വേണ്ടി കരയുന്നത്? 10 മാസം വയറ്റിൽ ചുമന്ന പെറ്റതള്ളയുടെ കണ്ണും തോളിൽ കൈയിട്ടുകൊണ്ട് സ്കൂളിൽ പോയ കൂടപ്പുറപ്പിന്റെ കണ്ണും നിന്നെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ അപ്പുറത്തൊരു ചുക്കും ഇവിടെ സംഭവിച്ചിട്ടില്ലടോ. ഇവിടുത്തെ ഒറ്റ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ രക്തസാക്ഷികളായി ഈ തെരുവിൽ ചത്തട്ടില്ലടോ. ബോധമുണ്ടോ നിനക്ക്? ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഒന്നും മക്കൾ രക്തസാക്ഷികളായി റോഡിൽ കിടന്ന് ചത്തിട്ടില്ല. രാഷ്ട്രീയക്കാരുടെ മക്കൾ അമേരിക്കയിൽ, UK, ഓസ്ട്രേലിയ, കാനഡയിലൊക്കെ പോയി പഠിച്ച് നല്ല ജോലി മേടിച്ച് നല്ല ശമ്പളം മേടിച്ച് നല്ല വീട് മേടിച്ച് സമ്പാദിച്ച് ഇടയ്ക്കിടയ്ക്ക് നേതാക്കന്മാർ മക്കളെ കാണാൻ വിമാനം കയറി മക്കളുമായി ഒന്നിച്ചിരുന്ന് ചിക്കനും മട്ടനും കടിച്ചു പറിക്കുന്ന വീഡിയോ പിടിച്ച് അത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇടുമ്പോൾ ഇങ്ങകലെ കൊച്ചു ഗ്രാമത്തിൽ ആറ്റിങ്ങിൽ പെറ്റതള്ളയ്ക്ക് കഞ്ഞി കൊടുക്കാത്തവൻ ലൈക്കും കമൻറ്റും അടിച്ച് റോഡിൽ കിടന്ന് ജാകുന്നു. ഇതല്ല ഇവിടെ നടക്കുന്ന രാഷ്ട്രീയം. ഇതൊന്നും തിരിച്ചറിയാൻ ബോധമില്ലാത്ത കുറെ പിള്ളേര്.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കൂട്ടുകാരാ, ഇത് ഈ വിപത്തിൽ നിന്നൊക്കെ, ഈ തിന്മയിൽ നിന്നൊക്കെ ഗവൺമെൻറ് വിടുവിക്കുമെന്നൊക്കെ പറഞ്ഞാൽ, കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഭരിക്കുന്ന മന്ത്രി പറഞ്ഞു അടുത്തയാഴ്ച കേരളത്തിൽ എല്ലാ ജനങ്ങളും ലഹരിക്കെതിരായി സന്ധ്യയ്ക്ക് ദീപം തെളിക്കണം. സബാഷ്, മന്ത്രിമാരായാൽ ഇങ്ങനെ വേണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അതേ മന്ത്രിയുടെ അടുത്ത പ്രസ്താവന കണ്ടു, കേരളത്തിൽ മദ്യലഭ്യത ഉറപ്പുവരുത്തും എന്ന് പറഞ്ഞാൽ ഇനി എവിടെങ്കിലും ബിവറേജ് ഇല്ലെങ്കിൽ ആക്കിത്തരാമെന്ന്. 3 ആഴ്ചയ്ക്ക് മുമ്പ് ലഹരിക്കെതിരായി ദീപം തെളിക്കുന്ന മന്ത്രി 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ബിവറേജ് നടത്തിത്തരാമെന്ന് പറയുന്ന മന്ത്രി. ഇതിലും മികച്ച കോമഡി കേരളത്തിലല്ലാതെ വേഗം എവിടെ കേൾക്കാനാ? ചിന്തിക്ക്. ഇപ്പോൾ ഏറ്റവും അടുത്ത് കേട്ട വാർത്ത, ഗവൺമെൻറ് പറയുന്നു സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമാന്തരങ്ങളിൽ കള്ള് വിതരണം ചെയ്യാൻ പോവുകയാണെന്ന്. ക്ഷമിക്കണം, കള്ളെന്ന് പറയാൻ പാടില്ല, പോലീസ് പിടിക്കും. പോഷകാഹാരം എന്ന് പറയണമെന്നാണ് മന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് കള്ളെന്നുള്ള പദം പിൻവലിക്കുന്നു. പോഷകാഹാരം ഗവൺമെൻറ് തലത്തിൽ വിതരണം ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അംഗൻവാടി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉപ്പുമാവിൻ്റെ കൂടെ 1 കുപ്പി പോഷകാഹാരം കൂടെ കൊടുത്ത് ശീലിപ്പിക്കണം സാർ. 15ഉം 16ഉം വയസ്സിൽ വെട്ടുന്നതും കൊല്ലുന്നതുമൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. ഈ അംഗൻവാടി തൊട്ട് വെട്ടി തുടങ്ങട്ടെന്നേ. അപ്പം ഇങ്ങനെ പൊതുജനത്തെ നശിപ്പിക്കുന്ന ഭരണകൂടം. ചില ആളുകൾ വിചാരിക്കും ഇങ്ങനെ കമ്മ്യൂണിസ്റ്റിനെതിരായിട്ടാണ് അല്ലല്ല, അങ്ങനൊന്നും ആരും സ്വപ്നം കാണണ്ട. കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും നാളെ കോൺഗ്രസ് വന്നാലും ഇനി എങ്ങാനും താമര വിരിഞ്ഞാലും ഇതിനെയെല്ലാം തൂത്തുകളയാൻ ചൂല് വന്നാലും നമ്മുടെയൊക്കെ ഗതി ഇതൊക്കെ തന്നെയാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു ചുക്കും ഇവിടെ സംഭവിക്കത്തിലൂടെ മനുഷ്യ. അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ ഭ്രാന്തൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഈ വിപത്തിൽ നിന്ന്, ഈ തിന്മയിൽ നിന്ന് ഭരണകൂടങ്ങൾ അങ്ങ് രക്ഷിക്കുമെന്ന് നിങ്ങൾ പറയണമെങ്കിൽ ഈ പാപമെന്ന് പറയുന്നവനൊരു മനുഷ്യനായിരിക്കണം. പാപം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ പിണറായി സഖാവിന് ഒരു പരാതി കൊടുത്ത് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് നാടിനെ രക്ഷിക്കായിരുന്നു. പറ്റില്ല. പാപം ഒരു വൃക്ഷമായിരുന്നെങ്കിൽ ഒരു പടിക്കാരനെ വിളിച്ച് വെട്ടിക്കളച്ച് നാടിനെ രക്ഷിക്കാൻ പറ്റില്ല. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ അല്പം പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിൻ്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ ഒഴുക്കി നാട് എന്നെ രക്ഷിക്കായിരുന്നു. കഴിയുന്നില്ല. എന്തുകൊണ്ട്? വെട്ടിക്കളയാൻ കഴിയുന്ന ഒരു വൃക്ഷമല്ല പാപം, കത്തിച്ചു കളയാൻ കഴിയുന്ന ഒരു വസ്തുവല്ല പാപം, അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനല്ല പാപം. മറിച്ച് മനുഷ്യന്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന അദൃശ്യമായ ഇരുട്ടാണ് പാപം. ആ ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ വെളിച്ചത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ മനുഷ്യന്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പറിച്ചെടുത്ത് പുറത്തു കളയാൻ കഴിയുന്ന ഒരു വെളിച്ചം ലോകത്തിലേക്ക് അവതീർണമായിട്ടുണ്ടോടോ ഉപദേശി? ഉണ്ട്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറക്കുമെന്ന് പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്നുകൊണ്ട് ലോകത്തോട് വിളംബരം ചെയ്തു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുട്ടിൽ നടക്കുകയില്ല, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനത്ര ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ആറ്റിങ്ങൽ പട്ടണത്തോട് അഭിമാനത്തോട് അത്യുച്ചത്തിൽ വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ, തെറ്റിന്റെ, തിന്മയുടെ പടുകുടിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ, മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗം ഈ കൃതിയിൽ ഇല്ലവേ ഇല്ലെന്ന് അഭിമാനത്തോടെ അത്യുച്ചത്തിൽ ആറ്റിങ്ങലിനോട് വിളംബരം ചെയ്യുകയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതാണ് സുവിശേഷം. അത് പറയാനാണ് സുവിശേഷം. അത് പറയാനുള്ള കെൽപ്പില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? സകല മനുഷ്യനെയും തെറ്റിൻ്റെ, ഇരുട്ടിൻ്റെ, പാപത്തിൻ്റെ പിടിയിൽ നിന്ന് മോക്ഷത്തിലേക്ക് നയിക്കുന്ന ഏക സന്ദേശം സുവിശേഷം. അക്രമത്തിൻ്റെ മാർഗത്താലാണോ? അല്ല. പീഡനത്തിന്റെ മാർഗത്താലാണോ? അല്ല. വാള് കാണിച്ചിട്ടല്ല, ബോംബ് പൊട്ടിച്ചിട്ടല്ല. സ്നേഹത്തിന്റെ തുണ്ട് പേപ്പർ കഷണങ്ങളിൽ എഴുതപ്പെട്ട വചനം അനേകം മനുഷ്യരുടെ ജീവിതത്തെ രൂപാന്തരം വരുത്തിക്കൊണ്ട്, ഒരു മൊട്ടുസൂചി കൊണ്ടുപോലും കുത്തി നോവിക്കാതെ മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തിക്കൊണ്ട്, കുലപാതകിയെ പോലും മനുഷ്യ സ്നേഹിയാക്കി മാറ്റിക്കൊണ്ട് ഇന്നും ജൈത്രയാത്ര തുടരുന്ന ഒരേ ഒരു സന്ദേശമുണ്ടെങ്കിൽ അതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. എന്തിനാ ചില ആളുകൾ ഈ സുവിശേഷത്തെ എതിർക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. സുവിശേഷം നാട്ടിന് എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ? പറ. ഈ നിങ്ങളുടെ സുവിശേഷം കേട്ട് എൻ്റെ മോൻ കുടിയനായെന്നൊരു അമ്മ പറയാൻ തയ്യാറാണെങ്കിൽ ഈ പരിപാടി വെച്ച് കെട്ടാം. എന്ന് പറയാനാണെങ്കിൽ ഈ സുവിശേഷം വെച്ച് കെട്ടാം. സുവിശേഷം ഇന്ന് വരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, അല്ലേ?
പെറ്റതള്ളയ്ക്ക് നാടിനും വീടിനും തലവേദനയായി ജീവിച്ച ഷമീറിനെ പോലെ, ഉണ്ണികൃഷ്ണനെ പോലെ, ഇവിടെ ഇരിക്കുന്ന തുളസീധരനെ പോലെ, നാരായണൻകുട്ടിയെ പോലെ, ഗോപാലകൃഷ്ണനെ പോലെ, മുഹമ്മദ് കുട്ടിയെ പോലെ, സിയാദിനെ പോലെ, നസീറിനെ പോലെ അനേക ചെറുപ്പക്കാരെ അമ്മയപ്പന്മാർക്ക് കൊള്ളാവുന്ന മക്കളാക്കി തിരിച്ചു കൊടുത്ത പുണ്യം അതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. അല്ലാതെ എന്ത് ദോഷം വരുത്തി? സുവിശേഷം പ്രസംഗിക്കുന്നവർ ഹർത്താലിന് കൊടി പിടിക്കാറുണ്ടോ? ട്രാൻസ്പോർട്ടിന് കല്ലെറിയാറുണ്ടോ? മുണ്ടുമടക്കി തെറി വിളിക്കാറുണ്ടോ? എന്തിന്? ഇവിടെ സുവിശേഷവും നടക്കുക. അതുകൊണ്ട് ബസ്സും കാറും ലോറിയിൽ ലതിലെ പോട്ടെന്നും പറഞ്ഞ് ഏമാമാരും മീശയും ചുരുട്ടിക്കൊണ്ട് വഴി തിരിച്ചുകൊണ്ട ഗതികേട് സുവിശേഷം വരുത്തിയിട്ടുണ്ടോ? തുളസീധരൻ പാസ്റ്ററെ ഇല്ല, വരുത്തിയിട്ടില്ല. ഇവിടെ 8 ഇഞ്ചിന്റെ ബോക്സ് മൂക്കിന് വെച്ച് കെട്ടി 50,000 വട്ടം അടിച്ചാലും ഒരു പ്രശ്നവും ശബ്ദത്തിൻ്റെ. ഉപദേശിമാർ 4 കെട്ടി വെക്കുമ്പോൾ എന്തൊരു ശബ്ദമാ! എടാ ചുമ്മാ പിരിയം കുത്തളകല്ലേ. മര്യാദയ്ക്ക് പറ, മര്യാദയുടെ പറ. ഇത് എല്ലാവർക്കും ഒരേപോലെ ജനാധിപത്യമായിരിക്കുന്ന രാജ്യത്തിൽ ഈ കുടിക്കല്ലേ, വലിക്കല്ലേ, നന്നായിട്ട് ജീവിക്കെന്ന് പറയുന്ന ഈ സന്ദേശമൊന്നും ഇവിടെ ഒരു മനുഷ്യനും ഒരു ദോഷവും വരുത്തിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ സുവിശേഷം ആരെയും നശിപ്പിക്കുന്ന സന്ദേശമല്ല. ഞങ്ങൾ കൊട്ടാരക്കര കവലയിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പോലീസ് വണ്ടി അതുവഴി കടന്നുപോയി. അപ്പോൾ അവർ ഹോട്ടലിൽ നിർത്തി ചായ കുടിക്കാൻ ഇറങ്ങി. ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങാണ്ട് ഒരു 10-15 മിനിറ്റ് പോലീസുകാരൻ ഈ പ്രസംഗം കേട്ടെന്നാണ് തോന്നുന്നത്. ഏതായാലും ഇറങ്ങി വന്നപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് ഞങ്ങളുടെ കൈ പിടിച്ച് കുലിക്കേട്ട് പറയാ, ഉപദേശിമാരെ ഞങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. കാരണം നിങ്ങളുടെ പ്രസംഗം കേട്ട് 2 എണ്ണം ഗുണപ്പെട്ടാൽ ഞങ്ങളുടെ ജോലി അത്രയും കുറഞ്ഞിരിക്കുമെന്ന്. അപ്പം ഏമാന്മാർക്കും അറിയാം ഇത് ഗുണപ്പെടുത്തുന്ന സന്ദേശമാണ്, ഇതാർക്കും ദോഷം വരുത്തുന്ന സന്ദേശമല്ല. മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ഒരു സുവിശേഷയോഗം നടത്താൻ ഒരു സ്ഥലം ചോദിച്ചപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനി ചാച്ചായന്മാർ തന്നില്ല. അപ്പോൾ അവിടുത്തെ ഒരു ഹൈന്ദവനായ സഹോദരനുണ്ട്, ഗോപാലകൃഷ്ണൻ ചേട്ടൻ. ആ ചേട്ടൻ പറഞ്ഞു, എൻ്റെ പറമ്പ് അവിടെ കിടപ്പുണ്ടല്ലോ, നിങ്ങൾ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. ഒന്നുമില്ലല്ലോ, ആ പുല്ലൊക്കെ വെട്ടി വൃത്തിയായി കിട്ടുമല്ലോ, നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഉപദേശിമാർ 3 ദിവസത്തെ കൺവെൻഷൻ നടത്തി. 500 പേര് വന്ന് കൂടിയ വലിയൊരു നല്ലൊരു കൺവെൻഷനായിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചേട്ടനോട് നന്ദി പറയാൻ വേണ്ടി ഉപദേശിമാർ അവിടെ ചെന്നു. ഒരു നന്ദിവാചകം പറയാൻ വന്നേന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, നല്ല കാര്യം, അത് വൃത്തിയായല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം ഞാൻ സമ്മതിച്ചെന്ന് ചേട്ടൻ പറയുക. എന്നാന്ന് ചോദിച്ചു. ഈ 3 ദിവസം നിങ്ങൾ ഒരു 500 പേരില്ലായിരുന്നോ? അതെ, ഈ 3 ദിവസം 500 പേരോളം ആ ഗ്രൗണ്ടിൽ വന്നിട്ട് എഴുന്നേറ്റ് പോയിട്ട് ഒരു പാക്കൻ്റെയോ പാൻപരാഗൻ്റെയോ കവർ പോലും അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടാനില്ലായിരുന്നു. ഞങ്ങളൊരു 500 എണ്ണം കൂടിയിരുന്നെങ്കിൽ ഒരു ക്വാർട്ടറിൻ്റെ കുപ്പിയെങ്കിലും അവിടുന്ന് കിട്ടിയേനെന്ന്. അത്രയെങ്കിലും സമ്മതിച്ചല്ലോ. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഈ സുവിശേഷം നാടിന് ഒരു ദോഷവും വരുത്തിയിട്ടില്ല. പകരം പോലീസിനും സമൂഹത്തിനും മാതാപിതാക്കൾക്കുമൊക്കെ തലവേദനയായി ജീവിച്ച ഈ നാട്ടിലെ അനേക ചെറുപ്പക്കാരെ, എന്തിന് ചെങ്കൽ ചൂളയ്ക്കകത്ത് പോലും പേടി സ്വപ്നമായി മാറിയിരുന്ന തേറ്റ അനിയെയും ഗോൾഡ് സുനിയെയും ഒക്കെ സുവിശേഷത്തിൻ്റെ വക്താക്കളാക്കി മാറ്റി, കുഞ്ഞാടുകളാക്കി മാറ്റി, സമൂഹത്തിനും കുടുംബത്തിനും കൊള്ളാവുന്നവരാക്കി മാറ്റി, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കുന്ന ഒരേ ഒരു സന്ദേശം സുവിശേഷം. ഇതിന് മാത്രമേ മനുഷ്യനെ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. പിണറായി സഖാവിൻ്റെ ഭരണത്തിന് ശേഷിയില്ലാത്തതുകൊണ്ടല്ല തിന്മ ഇവിടെ അവസാനിക്കാത്തത്. പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഇവിടുത്തെ ഗവൺമെൻറ്റിനില്ല. പാപത്തെ പിടിച്ചുകെട്ടാൻ നിയമ സംവിധാനങ്ങൾ കഴിയത്തില്ല. പക്ഷേ പാപത്തെ അറസ്റ്റ് ചെയ്യാൻ അവകാശമുള്ള ഒരു കൂട്ടർ ലോകത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാസന്മാരാണ്. അവർക്കാണ് പാപത്തെ പിടിച്ചുകെട്ടാൻ അധികാരമുള്ളത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപത്തിൻ്റെ ഇരുട്ടിനെ ബന്ധിക്കുവാൻ, അവനെ ചവിട്ടുവാനുള്ള അധികാരം ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ തിന്മയുടെ വഴിവിട്ട് അനേക ചെറുപ്പക്കാർ നന്മയുടെ വഴിയിലേക്ക് മാറ്റപ്പെടുകയാണ്. അല്ലാതെ പേരും സർട്ടിഫിക്കറ്റും തിരുത്തുന്ന സന്ദേശമല്ലടോ മനുഷ്യ ഈ സുവിശേഷം. ഇവിടുത്തെ പറമ്പുകളിൽ നോക്കിയാൽ ഒരു ചെടി കാണാം. ഞങ്ങൾ കൊല്ലത്തുകാർ വിളിക്കുന്നത് ചൊറുതണമെന്ന്, ചൊറിയാണെന്നൊക്കെ പിള്ളേർ പറയും. അപ്പം ഇതിൻ്റെ സ്വഭാവം ആരുടെ മേത്ത് കെട്ടിയാലും ചൊറിയുന്നുണ്ട്, അതിനെ അങ്ങനെ വിളിക്കുന്നത്. ചൊറുതണത്തെ പറമ്പിൽ നിന്ന് വേരോട് ഇളക്കിയെടുത്തു വീട്ടിൻ്റെ ഫ്രണ്ട് ഹോളിൽ ചില്ലിട്ട ഷോക്കേഴ്സ് AC റൂമിൽ കൊണ്ടുവച്ചാലും ചൊറിയണം. എന്ത് ചെയ്യും പാസ്റ്ററെ? ചൊറിയും. എന്നാൽ പേര് മാറ്റാം, ചൊറുതണത്തിൻ്റെ ഇലയിൽ ഒരു സ്റ്റിക്കറിൻ്റെ അകത്ത് മണിക്കുട്ടിന്ന് എഴുതി ഒട്ടിച്ചു വെക്കാം, എന്നാലും ചൊറിയണോ? എന്ത് ചെയ്യും? ചൊറിയും. അപ്പോൾ പേര് മാറിയാലും സ്ഥലം മാറിയാലും സ്വഭാവം മാറിയില്ലെങ്കിൽ ചൊറിയുവടോ മനുഷ്യ. അതുകൊണ്ട് ഞങ്ങളാരും പേരും സർട്ടിഫിക്കറ്റും മതവും മാറ്റുന്നതല്ല. ഷമീർ ഇപ്പോഴും ഷമീറാണ്, തുളസീധരൻ ഇപ്പോഴും തുളസീധരനാണ്. ഇവിടെ ഇരിക്കുന്ന 2 തുളസീധരന്മാരും തുളസീധരന്മാരാണ്. ഇവിടെ സാക്ഷ്യം പറഞ്ഞ ഉണ്ണികൃഷ്ണനാണ്. ഞങ്ങളുടെ സ്നേഹിതൻ സിയാദാണ്. നസീർ ആലപ്പുഴ നസീറാണ്. ഞങ്ങളാരും പേരും സർട്ടിഫിക്കറ്റും തിരുത്തിയിട്ടില്ല. പകരം ഇന്നലെ വരെ ജീവിച്ച ജീവിതം മാറി. കള്ളം കുടിച്ച് കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും സമൂഹത്തിനും നാട്ടുകാർക്കും പോലീസിനും തലവേദനയായി ജീവിച്ച ഭൂതകാലം പോയി.
പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടുപോയി തലകീഴായി കെട്ടിത്തൂക്കി കാൽവെള്ളയിൽ ചൂരൽ കൊണ്ട് അടിച്ചിട്ടും ചൂരൽ നന്നായതല്ലാതെ ഞങ്ങളിൽ പലരും നന്നായില്ല. അങ്ങനെ ജീവിച്ച ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ഇന്ന് ആറ്റിങ്ങൽ ടൗണിൽ നിന്നുകൊണ്ട് അടുത്ത തലമുറയോട് ഈ തെറ്റുകളിലേക്ക് പോകരുതെന്ന് വിളിച്ചു പറയുവാൻ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച ഏക സന്ദേശം അത് സുവിശേഷമായതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് വിളംബരം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ, തിന്മയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുക്രിസ്തു എന്ന ഏകനാമമല്ലാതെ പോരാ. ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഇക്ഷതിയിൽ ഇല്ലവേ ഇല്ലെന്ന് അനുഭവത്തിൽ നിന്ന് ആവർത്തിച്ച് വിളംബരം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനത്തെ കുത്തും ഇടുകയാണ്. ഒറ്റ വാചകം പറഞ്ഞിരിക്കട്ടെ. ഞങ്ങളാരും പരസ്യം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ വന്നവരല്ല. സിനിമാ നടൻ മമ്മൂട്ടി TV-യിൽ വന്ന് പറഞ്ഞു, എൻ്റെ ഗ്ലാമറിൻ്റെ രഹസ്യം ഇന്ദുലേഖ സോപ്പ്. ഇത് കേട്ട ഒരു അമ്മാവൻ 3 മാസം മേടിച്ചങ്ങ് തേച്ചു, വെളുത്തില്ല. കോടതിയിൽ കേസ് കൊടുത്തു, നഷ്ടപരിഹാരം മേടിച്ചു. അറിഞ്ഞു കാണുമല്ലോ. അതുപോലെ ഞങ്ങളാരും പരസ്യം പറഞ്ഞ് പറ്റിക്കാൻ ഒന്നല്ല. തുളസീധരൻ്റെയും ഷമീർ അബ്ദുൽ സലാമിൻ്റെയും ഉണ്ണികൃഷ്ണൻ്റെയും ഗോപാലൻ ചേട്ടൻ്റെയും ഒക്കെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ ഇതാ സാക്ഷ്യമായി നിർത്തിക്കൊണ്ട് വിളംബരം ചെയ്യുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് ആറ്റിങ്ങലിനോട് അഭിമാനത്തോട് ആവർത്തിച്ച് വിളംബരം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് അവസാനത്തെ